നമസ്കാരം. എൻ്റെ പേര് ഷക്കീർ, അടുത്ത പ്രദേശത്തുകാരനാണ്. ഇവിടെ വേദങ്ങളെ ആശയതലങ്ങളിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ പ്രധാനമായിട്ടും കാരണമാക്കുന്നത്, അതിൻ്റെ മാനദണ്ഡമാക്കുന്നത് യുക്തിയും ചിന്തയും അന്വേഷണങ്ങളും തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു പണ്ഡിതൻ സംസാരിച്ച് സാന്ദർഭികരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവാസ്തിക്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷേ സാന്ദർഭികരമായിട്ടുള്ളൊരു ചോദ്യം ഞാനിവിടെ ചോദിക്കുകയാണ്. ഖുർആൻ ഹദീസ് എന്ന വിഷയത്തിൽ ഹദീസിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയവും അത് തന്നെയാണ്. ചുരുക്കം, ഖുർആൻ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഹദീസിൻ്റെ പിൻബലം വേണം എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ ദൈവികതയിൽ നിന്ന് ഇറങ്ങിയതാണ്, പരിപൂർണമാണ് എന്ന് പറയുമ്പോൾ ഈ ഹദീസിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് എൻ്റെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇനി ഖുർആൻ പോരായ്മയുണ്ടെങ്കിൽ, ഖുർആനിൽ ഹദീസ് പൂർണ്ണതയാണെങ്കിൽ പിന്നെ ഹദീസ് പോരെ, ഖുർആനിന്റെ ആവശ്യകത എന്താണ്? പ്രവാചകനിക്ക് മാത്രം വഹി ഇറങ്ങുകയും ആ പ്രവാചകൻ ജനസമൂഹത്തിന് അത് ഉത്ബോധിപ്പിച്ചു കൊടുക്കുകയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു ന്യായം? യുക്തിപരമായ ചോദ്യമാണ്. അതിന് പ്രാമാണികമായോ അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള മറുപടി പണ്ഡിതന്മാരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. സുഹൃത്തിൻ്റെ പേരെന്തായിരുന്നു? ഷക്കീർ. ഓക്കെ. വളരെ വിശദമായി ഇവിടെ ബഹുമാന്യനായ ഫദ്ലുൽ ഹഖ് ഉമരി വിശദീകരിച്ച ഒരു ഭാഗമാണ്. കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി സുഹൃത്ത് സക്കീർ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രം എല്ലാം പൂർണ്ണമാകുമെങ്കിൽ പിന്നെ ഹദീസിൻ്റെ ആവശ്യമെന്ത്? ഇനി ഹദീസ് കൂടി കൂടുമ്പോഴാണ് പൂർണ്ണതയെങ്കിൽ ഖുർആൻ വേണോ, ഹദീസ് പോരെ? ഖുർആൻ ദൈവികമായി വഹയായി ലഭിക്കുകയും അത് പ്രകാരം ജീവിച്ച് കാണിക്കുകയും ചെയ്യേണ്ട ബാധ്യതയല്ലേ പ്രവാചകർക്കുള്ളത്? ഇതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. അതിൻ്റെ ഉത്തരം നേരത്തെ വിശദമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ വഹയാണ്, അതുപോലെ തന്നെ വഹയാണ് ഹദീസ് എന്നതും. ഖുർആൻ മാത്രമല്ല വഹയ്, ഖുർആനിൻ്റെ കൂടെ ഹദീസും വഹയാണ്. പിന്നെ രണ്ടും നമ്മുടെ വ്യത്യാസങ്ങളാണ് തൊട്ട് മുമ്പത്തെ ചോദ്യകർത്താവിനുള്ള മറുപടിയിലും അതിനു മുമ്പുള്ള വിഷയാവതത്തിലും ഇവിടെ വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയവും പദവും വഹയായി ലഭിക്കുന്നു. ഹദീസ് ആകുമ്പോൾ ആശയം വഹയായി ലഭിക്കുന്നു, പദങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു നൽകുന്നു. അതാണ് വ്യത്യാസം. വിശുദ്ധ ഖുർആൻ പ്രവാചകർക്ക് വഹയായി ലഭിച്ചു. ആ ഖുർആൻ പ്രവാചകരാണ് ഒന്നാമതായി ജീവിതത്തിൽ പാലിച്ചത്. ആ പാലിച്ചതാണ് യഥാർത്ഥത്തിൽ ഹദീസ്. ആ ഖുർആൻ നബിതങ്ങൾ എങ്ങനെ പാലിച്ചു, എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അതെങ്ങനെ മാതൃകയായി കാണിച്ചു തന്നു, അതാണ് ഹദീസ്. പ്രവാചകന്റെ വാക്കുകൾ, പ്രവാചകന്റെ പ്രവൃത്തികൾ, പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ, അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഹദീസ്. നബിയുടെ വാക്ക് മാത്രമല്ല. അപ്പൊ നമസ്കരിക്കണം, ഖുർആൻ പഠിപ്പിച്ചു. നബി നിസ്കരിച്ചു, അത് ഹദീസാണ്. നബി നിസ്കരിച്ചു കാണിച്ചു തന്നു. മിമ്പറിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കാണിച്ചു തന്നു. നബി നിസ്കരിച്ചു എന്ന ആ പ്രവൃത്തി ഒരു ഹദീസാണ്, നബിയുടെ വാക്ക് മാത്രമല്ല. അതേപോലെ വ്യത്യസ്തങ്ങളായ വശങ്ങളിൽ ചിലത് പ്രവാചകർ ചെയ്ത് കാണിച്ചു തരും. ഹജ്ജിന് പോകുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടു പഠിക്കുക, സ്വീകരിക്കുക. പ്രവാചകൻ ഓരോന്നും ചെയ്ത് കാണിച്ചു. ആ ചെയ്തി ഹദീസാണ്. അതാണ് നബിയുടെ ഫിഅലിയായ അധ്യാപനങ്ങൾ, ഫിഅലിയായ ഹദീസുകൾ. അതേപോലെ ഖൗല്, നബിയുടെ വാക്കുകൾ. അല്ലാഹു തആല പറഞ്ഞ ഒരു ആയത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരണം നൽകുന്നു. അതിന്റെ ഉദ്ദേശം എന്താണ് പ്രവാചകൻ പറഞ്ഞു തരുന്നു. അല്ലാഹു തആല ഖുർആനാകുന്ന വഹയ് അല്ലാഹു തആല അവതരിപ്പിച്ചത് പ്രവാചകർക്കാണ്. ആ വഹയിന്റെ ഉദ്ദേശം എന്ത്, അത് പഠിപ്പിക്കേണ്ടത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ വഹയ് പ്രകാരം പ്രവാചകരാണ്. ആ ആയത്തിന്റെ വിശദീകരണം എന്ത് എന്ന് അല്ലാഹു തആല പ്രവാചകർക്ക് വഹയായി അറിയിച്ചു കൊടുക്കുന്നു. ആ അറിയിച്ചു തന്നത് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നു. അത് ഖുർആൻ പൂർണ്ണമല്ലാത്തത് കൊണ്ടല്ല. ഖുർആനിൽ വന്ന വഹയ് അത് എങ്ങനെ ജീവിതത്തിൽ പാലിക്കണം, അത് അല്ലാഹു തആല പ്രവാചകർക്ക് തന്നെയും വഹയായി കൊടുക്കുന്നു.
ആ വഹി പ്രകാരം പ്രവാചകർ അത് ജീവിതത്തിൽ ചെയ്തു കാണിക്കുന്നു. അതാണ് ഹദീസ്. അല്ലാതെ ഖുർആൻ ഫുള്ള് ആദ്യം ഇറക്കി പിന്നെ വേറെ കുറെ ഹദീസ് പുറത്തുനിന്ന് വേറെ കൊണ്ടുവന്നു, അതല്ല ഹദീസുകൾ. ഖുർആൻ കംപ്ലീറ്റ് ആദ്യം ഇറക്കി വെച്ച് ഒക്കെ റെഡിയാക്കി പിന്നെ കുറച്ച് ഹദീസ് വേറെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത് ഇതും കൂടി കൂട്ടിയാലേ അത് പൂർത്തിയാവുള്ളൂ എന്ന് പറഞ്ഞതല്ല. ഓരോ ആയത്ത് അവതരിക്കുമ്പോഴും ആ ആയത്ത് എങ്ങനെ പാലിക്കണം, എങ്ങനെ പ്രാവർത്തികമാക്കണം, അതിന്റെ ഉദ്ദേശം എന്ത്, വിശദീകരണം എന്ത് എന്ന് പ്രവാചകർ പറഞ്ഞു കൊടുക്കുന്നു. ഉദാഹരണമായി ഹജ്ജ് ചെയ്യണം, ഖുർആന്റെ കൽപ്പനയാണ്. ഹദീസ് സ്വീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ജീവിതകാലത്ത് എന്നും ഹജ്ജിന് പോകേണ്ടി വരും പോവുകയാണെങ്കിൽ. കാരണം ഖുർആൻ പറഞ്ഞ കൽപ്പന പ്രകാരം മനിസ്തത്വാഅ ഇലൈഹി സബീല, ഹജ്ജിന് പോകാൻ വഴിയാൽ സാമ്പത്തികമായ ശേഷിയാൽ ഒക്കെ കഴിവുള്ളവർക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഒരാൾ കഴിവുണ്ടായി ഹജ്ജിന് പോയി, കഴിഞ്ഞ് തിരിച്ചു വെളുത്തിയപ്പോൾ പിന്നെയും കഴിവുണ്ട്, പിന്നെയും പോകണം. അടുത്ത മാസം പിന്നെയും കഴിവുണ്ട്, അപ്പോഴും പോകണം. അയാൾക്ക് എന്നും കഴിവുണ്ട് എങ്കിൽ അയാൾ എന്നും അവിടെ മക്കത്തന്നെ കൂടെ ഉണ്ട്, തിരിച്ചു പോരാൻ പറ്റൂല, എപ്പോഴും ഹജ്ജ് ചെയ്യണം. കാരണം ഖുർആന്റെ ആ ആയത്ത് പ്രകാരം ശേഷിയുള്ളവർക്ക് ഹജ്ജ് നിർബന്ധമാണ്. എന്നാൽ ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ത്? ശേഷിയുള്ളപ്പോഴെല്ലാം എല്ലാവരും പോകണമെന്നാണോ, അതോ ശേഷി ഇല്ലാത്തവർ പോകേണ്ടതില്ല, ഉള്ളവർ മാത്രം പോയാൽ മതി എന്നാണോ? ഈ ആയത്ത് പഠിപ്പിക്കുമ്പോൾ സ്വഹാബിമാർ ചോദിക്കുന്ന ഈ ചോദ്യം, ഈ സംശയം സ്വാഭാവികമാണ്, അത് ചോദിക്കുന്നു. അഫീ കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ ബാധ്യതയുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, വേണ്ട, ജീവിതത്തിൽ ഒരിക്കലാണ് ബാധ്യത. അപ്പൊ ഒരു ആയത്ത് ഇറങ്ങുമ്പോൾ തന്നെ ആ ആയത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് അല്ലാഹു തആല വഹയായി പ്രവാചകരെ പഠിപ്പിക്കുന്നു. ആ വഹയി പ്രകാരം പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഈ ആയത്തിന്റെ ഉദ്ദേശം ഇന്നതാകുന്നു. അതാണ് ഹദീസുകൾ. അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ എല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഹദീസ് വേറെ കിട്ടിയതാണ് എന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കൾ ധാരണ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ ധാരണ ശരിയല്ല. അതിനപ്പുറത്ത് ഓരോ ആയത്തും എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന അധ്യാപനമാണ് ഹദീസിലൂടെ ഉള്ളത്. അത് വാക്കാവാം, പ്രവൃത്തിയാവാം, ചിലത് അനുവാദങ്ങളായിരിക്കാം, മൗനാനുവാദങ്ങൾ. പ്രവാചകൻ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, പക്ഷെ ഈ ആയത്ത് ഉണ്ടായിട്ടും നബിയുടെ സന്നിധിയിൽ ഒരാൾ തിരിച്ചിങ്ങനെ ചെയ്യുന്നു, പാടില്ലെന്ന് പ്രവാചകൻ പറഞ്ഞില്ല എങ്കിൽ പ്രവാചകന്റെ ആ മൗനാനുവാദത്തെ ഹദീസായി പരിഗണിക്കും. അതൊരു മൗനാനുവാദം, പ്രവാചകൻ ഒന്നും എതിർത്തില്ല എന്നത് ഹദീസായി പരിഗണിക്കുന്നു. കാരണം പാടില്ലാത്തതാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞു കൊടുക്കും ചെയ്യാൻ പാടില്ല. അത് പറയാത്തത് കൊണ്ട് തന്നെ അത് പാടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതാണ് ഖുർആനും ഹദീസും വഹ്യാണ് എന്ന് പറയുന്നത്. ഇപ്പൊ ഖുർആൻ പൂർണ്ണമാണ്, ഹദീസും പൂർണ്ണമാണ്. ഈ ഖുർആനും ഹദീസുമാണ് പ്രമാണങ്ങൾ. കാരണം ഖുർആനിലെ ഒരായത്ത് എങ്ങനെ മനസ്സിലാക്കണം എന്ന വ്യാഖ്യാനമാണ്, വിശദീകരണമാണ് അതിന്റെ കൂടെ തന്നെ പഠിപ്പിക്കപ്പെട്ട ഹദീസിൽ ഉള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഇവിടെ നമ്മുടെ ഫൈസൽ മൗലവി ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല മറുപടി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഖുർആനും ഹദീസും തമ്മിലുള്ള ബന്ധങ്ങളെയാണ്, അത് മുസ്ലിം സമൂഹം, ഇസ്ലാമിക സമൂഹം എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്റെ ചോദ്യം അവിടെയല്ല കിടക്കുന്നത്. ഹദീസ് പൂർണ്ണമാണെങ്കിൽ, ഞാൻ തിരിച്ചും ചോദിച്ചായിരുന്നു, ഹദീസ് പൂർണ്ണമാണെങ്കിൽ ഖുർആനിന്റെ ആവശ്യകത എന്താണ്? അതായത് ഹജ്ജിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഹജ്ജ് ഖുർആനിൽ നിന്ന് എടുക്കുമ്പോൾ എപ്പോഴും ഹജ്ജ് ചെയ്യേണ്ടി വരും. ഖുർആൻ സ്വതന്ത്രമായി എടുക്കുമ്പോൾ എപ്പോഴും ഹജ്ജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹദീസ് ആവശ്യമാണ്. പിന്നെ ഈ ആയത്ത് എന്തിനാണ്? ഖുർആനിന്റെ ആയത്ത് അത് പ്രവാചകനിക്ക് മാത്രം പോരെ? ഇനി ഈ ഹദീസ് പ്രവാചകന്റെ കൽപ്പനയും പ്രവർത്തനവും അതുപോലെ തന്നെ സമ്മതവുമാണെങ്കിൽ അത് എഴുതി വെക്കുക എന്നുള്ളത് ഖുർആൻ എഴുതി വെച്ചതുപോലെ, അല്ലെങ്കിൽ അതിന്റെ കൽപ്പന പോലെ, അല്ലെങ്കിൽ അതിനുള്ളൊരു സമ്മതം പോലെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ചരിത്രത്തിൽ കാണപ്പെടേണ്ടതുമുണ്ട്. ഇവിടെ ഉപചോദ്യമായിട്ട് 2 ചോദ്യമുണ്ട്, ക്ഷമിക്കണം. അതായത് ഖുർആനും ഹദീസും രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ, മറ്റൊന്ന് ഹദീസ് മാത്രം പോരെ, ഖുർആനിന്റെ ആവശ്യം എന്ത്, സമൂഹത്തിന് ഇത് അവ്യക്തമാണെങ്കിൽ എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ഖുർആൻ സ്വീകരിക്കുന്ന ഹദീസ് വേണം, ഹദീസ് സ്വീകരിക്കുന്ന ഖുർആനും വേണം. രണ്ടും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല. ഖുർആനിൽ നിന്ന് ഹദീസിനെ വേർപ്പെടുത്തിയാൽ ഖുർആനും സ്വീകരിക്കാൻ കഴിയില്ല, ഹദീസും സ്വീകരിക്കാൻ കഴിയില്ല, രണ്ടും സ്വീകരിക്കാൻ കഴിയില്ല. ഖുർആൻ നിലനിൽക്കണമെങ്കിൽ ഹദീസ് വേണം, ഹദീസ് നിലനിൽക്കണമെങ്കിൽ ഖുർആൻ വേണം. വഹ്യാണ് പൂർണ്ണം, വഹ്യാണ് പൂർണ്ണം. ഖുർആൻ പൂർണ്ണമാണെങ്കിൽ ഹദീസ് എന്തിന്, ഹദീസ് പൂർണ്ണമാണെങ്കിൽ ഖുർആൻ എന്തിന് എന്ന ചോദ്യമല്ല. വഹ്യ് പൂർണ്ണമാണ്. ആ വഹ്യ് 2 സോഴ്സിലാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, 2 പ്രവാചകന്റെ വചനങ്ങൾ. അത് നേരത്തെ പറഞ്ഞു 4-5 രൂപത്തിൽ വരും. ഇപ്പൊ ഖുർആനിൽ ഇല്ലാത്ത വിഷയം ഹദീസിൽ വരുന്നുണ്ട്.
ഖുർആനിൽ പരാമർശിക്കപ്പെടാത്ത വിഷയം തന്നെ ഹദീസിൽ പരാമർശിച്ചതുണ്ട്. ഹദീസിൽ പരാമർശിക്കപ്പെടാത്തത് ഖുർആനിൽ പരാമർശിച്ചതുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ വിശദത്തിൽ പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ തന്നെ കൽപ്പനകൾ അത്തിയുല്ലാഹ വർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കണം, റസൂൽ അനുസരിക്കണം എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഖുർആൻ പാലിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹദീസും സ്വീകരിക്കുക എന്നതാണ്. ഒരാൾ ഖുർആൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ അയാൾ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ്. പിന്നെ ഹദീസിന്റെ എഴുതി വെക്കലാണ്. ഹദീസ് എഴുതി വെക്കൽ പ്രവാചക കാലത്തെ ഉണ്ടായിട്ടുണ്ട്, പ്രവാചക കാലത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബിമാരിൽ ഏറ്റവും അധികം ഹദീസ് അറിയുന്ന ആൾ ഞാനാണ്, എന്നെക്കാളേറെ ഹദീസ് അറിയുന്ന ആളായി എനിക്ക് പരിചയമുള്ളത് അബ്ദുല്ലാഹിബ്നു അംറയാണ്. അബ്ദുല്ലാഹിബ്നു അംറയാണ് എനിക്ക് എന്നെക്കാൾ ഹദീസിൽ ഇൽമുള്ള ആളായി എനിക്ക് അറിയാവുന്നത്. കാരണം അദ്ദേഹം എഴുതി വെക്കുമായിരുന്നു, ഞാൻ എഴുതി വെക്കാറില്ല. അദ്ദേഹം എഴുതി വെക്കുമായിരുന്നു, ഞാൻ എഴുതി വെക്കാറില്ല. അതുകൊണ്ട് എന്നെക്കാളേറെ അദ്ദേഹത്തിന് കിട്ടി എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസുണ്ട്. സമാനമായി ചില സ്വഹാബിമാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ പോലെ എഴുതാനുള്ള സംവിധാനങ്ങൾ വ്യാപകമല്ലാത്തതിനാൽ, മാത്രവുമല്ല അന്ന് അവർ കൂടുതലും അവിടെ മെമ്മറിയെ അവലംബിക്കുന്നതാണ് അന്നത്തെ അറബികളുടെ ശൈലി, എഴുത്തിനെയല്ല. അതുമാത്രമല്ല കിതാബുകൾ പോലും, ആദ്യകാലങ്ങളിൽ കിതാബുകൾ പോലും എഴുതി വെക്കൽ പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവർ കാണാപാഠം പഠിക്കലാണ്, കാണാതെ പഠിക്കൽ. ഇമാം മാലിക് റഹിമഹുള്ളാഹി ആദ്യകാലങ്ങളിൽ എഴുതി വെക്കുന്ന ആളിൽ നിന്ന് പോലും ഇൽമു സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞ രീതികളുണ്ട്. എന്നാൽ ആളുകൾക്ക് മെമ്മറിയിൽ കുറവുണ്ടാവുകയും എഴുതി വെച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, ഇനി എഴുതണ്ട എന്ന് പറഞ്ഞാൽ എല്ലാ ഇൽമും നഷ്ടപ്പെട്ടു പോയാലോ, അവിടെ എഴുതട്ടെ എന്ന് അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എഴുതി വെക്കൽ അന്നേ ഉണ്ട്. എന്നാൽ എല്ലാം ഒരേ രൂപത്തിൽ ക്രോഡീകരിച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചതില്ല. അത് ഓരോ സാഹചര്യത്തിലെ ഓരോ കാലഘട്ടങ്ങളിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംരക്ഷിക്കാൻ ആവശ്യമായ പണി മാത്രമാണ് അവർ ചെയ്തത്. എഴുതി വെച്ചപ്പോൾ ഒരു പുതിയ ഹദീസ് എഴുതി വെച്ചിട്ടില്ല. നബി തങ്ങൾ പഠിപ്പിക്കാത്ത, പ്രവാചകന് കിട്ടാത്ത ഒരു ഹദീസ് പുതിയതായി എഴുതി വെച്ചിട്ടില്ല. എഴുതി വെക്കുക എന്നത് അത് സംരക്ഷിക്കാൻ ആവശ്യമായ ഓരോ കാലഘട്ടങ്ങളിൽ ലഭ്യമായ സൗകര്യം ഉപയോഗിച്ചു എന്ന് മാത്രം. ഇന്ന് മൊബൈൽ ഫോണിൽ ഹദീസ് കിട്ടും, മൊബൈൽ ഫോണിൽ ഖുർആൻ ആയത്തുകൾ കിട്ടും, കമ്പ്യൂട്ടറിൽ ലഭിക്കും. ഇങ്ങനെ വ്യത്യസ്ത സംവിധാനങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ സൗകര്യങ്ങൾ വരുമ്പോൾ മാറി മാറി വരുന്നു എന്നേയുള്ളൂ. എന്നതുപോലെ അന്നത്തെ കാലത്ത് അത് എഴുതി രേഖപ്പെടുത്തുന്ന, ക്രോഡീകരിക്കുന്ന ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാം ക്രോഡീകരിച്ചു. ക്രോഡീകരിച്ചത് എവിടെ നിന്നാണ്? പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ലോ, പുതിയ വഹി കിട്ടിയതല്ലോ. എവിടുന്ന് ക്രോഡീകരിച്ചു? അതിനു മുമ്പ് എഴുതി വെച്ചതും അവർ കാണാതെ പഠിച്ചതും മനസ്സിൽ കുറിച്ചു വെച്ചതും എല്ലാമായ കാര്യങ്ങളെ അതിൻ്റെ ആളുകളിൽ നിന്ന് ചെന്ന് കണ്ട് ചോദിച്ചും പഠിച്ചും അവരിൽ നിന്ന് കേട്ടും അവരിൽ നിന്ന് സ്വീകരിച്ചും അത് രേഖപ്പെടുത്തി എന്നേയുള്ളൂ. അല്ലാതെ ഹദീസ് ക്രോഡീകരണം എന്ന് പറയുമ്പോൾ അതുവരെ ഇല്ലാത്ത പുതിയ കുറെ ഹദീസ് അവരിവിടുന്ന് കണ്ടെത്തി അതെല്ലാം കൂടി ഉണ്ടാക്കി വെച്ചു എന്ന അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് അതിൽ സനദുകൾ ഉണ്ടായത്, ഓരോ ഹദീസിനും സനദുണ്ടായത്. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും അത് പൂർണ്ണമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്ക് പാലിക്കണമെങ്കിൽ ഖുർആനും വേണം, അതേപോലെ തന്നെ ഹദീസും വേണം. ഖുർആനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഹദീസ് സ്വീകരിക്കാൻ കഴിയില്ല, ഹദീസിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഖുർആനും സ്വീകരിക്കാൻ കഴിയില്ല. രണ്ടും ഒന്നിച്ച് സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിന്റെ എന്ത് കർമ്മങ്ങൾ, ഏത് മേഖലയും, ഏത് വിഷയവും, ഷഹാദത്ത് മുതൽ ഈമാൻ കാര്യം മുതൽ ഇസ്ലാം കാര്യം മുതൽ ഏതു വിഷയമാവട്ടെ, ഖുർആനിന്റെ ഒരായത്ത് ഓതണമെങ്കിൽ പോലും, ഒരായത്ത് ഓതണമെങ്കിൽ സൂറത്തുൽ ബഖറ മറിച്ചാൽ ആദ്യം നമ്മൾ കാണുന്നു അലിഫ് ലാം മീം. ഒരു അലിഫും ഒരു ലാമും ഒരു മീമും കാണുന്നു. സൂറത്തുൽ ഫീലിലേക്ക് എത്തുമ്പോൾ അവിടെയും കാണാം ഒരു അലിഫും ഒരു ലാമും ഒരു മീമും. സൂറത്തുൽ ഫീൽ നമ്മൾ ഓതുമ്പോൾ അലം തറ കൈഫ, അലം എന്ന ഓതും. അതേ മൂന്നക്ഷരം ബഖറയുടെ ആയത്ത് വന്നപ്പോ അലിഫ് ലാം മീം എന്ന് നമ്മൾ ഓതുന്നു. എന്തുകൊണ്ട് പാരായണം അങ്ങനെ? ആ ആയത്തെന്നോട് അങ്ങനെ ഓതി, ഈ ആയത്തെന്നോട് ഇങ്ങനെ ഓതി. ഹദീസിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഇന്ന അലൈനാ ജംഅഹു വഖുർആന എന്ന ആയത്ത് പ്രകാരം അതിന്റെ പാരായണം അല്ലാഹു ഏറ്റതാണ്. അല്ലാഹു തആല ജിബ്രീൽ വഴി പ്രവാചകർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു, ഈ വചനം എങ്ങനെ ഓതണം. അത് പ്രകാരം നബി അത് പാരായണം ചെയ്യുന്നു. നബിയിൽ നിന്ന് സ്വഹാബിമാർ ആ പാരായണം കേൾക്കുന്നു, സ്വഹാബത്തിൽ നിന്ന് താബിഉകൾ ആ പാരായണം കേൾക്കുന്നു. അങ്ങനെയാണ് പാരായണം പോലും വന്നത്. ഇപ്പൊ ഖുർആനിന്റെ ഒരായത്ത് നമുക്ക് വായിക്കണമെങ്കിൽ, അത് പാരായണം ചെയ്യണമെങ്കിൽ പോലും ഹദീസ് ആവശ്യമാണ്. അപ്പൊ ഹദീസ് ഇല്ലാതെ ഖുർആൻ എടുക്കാൻ കഴിയില്ല, ഖുർആൻ ഇല്ലാതെ ഹദീസ് എടുക്കാനും കഴിയില്ല എന്നാണ് നേരത്തെയും സൂചിപ്പിച്ച് ഇപ്പോഴും ആവർത്തിച്ച് പറയാനുള്ളത്. വല്ലതും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവരാരെങ്കിലും കൂട്ടിച്ചേർക്കും. ഉണ്ടോ? ചോദിക്കണ്ടോ?
ഇവിടെ ഫൈസൽ മൗലവി ഞാൻ ഈ കാര്യം ചോദിച്ചതിൽ ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല. അതായത് ഈ ഹദീസിന്റെ കാര്യം, അതായത് ഖുർആൻ സ്വതന്ത്രമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല, ഹദീസിന്റെ ആവശ്യം നിർബന്ധമാണ് എന്നാണ് മൗലവി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പ്രവാചകനിക്ക് മാത്രം ഇറക്കിയാൽ പോരെ? അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രവാചകൻ അതിന്റെ പര്യായം, അതിന്റെ വ്യാഖ്യാനങ്ങൾ തന്നാൽ മതി എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം, ഈ ഹദീസിന്റെ കൃത്യതയെ മനസ്സിലാക്കാൻ വേണ്ടി. സൂറത്തുൽ ബഖറ 62, അതുപോലെ തന്നെ സൂറത്തുൽ മാഇദ 69, സൂറത്തുൽ ബഖറയിൽ തന്നെ 112 ആയത്തുകൾ. സാബി മതക്കാരാവട്ടെ, യഹൂദരാവട്ടെ, നസാറാക്കളാവട്ടെ, മറ്റു മതക്കാർ ഏതുമാവട്ടെ, അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും അല്ലെങ്കിൽ സത്യവിശ്വാസികളും ആവട്ടെ വിശ്വസിക്കുകയാണെങ്കിൽ, സൽക്കർമ്മകാരികളുമാവുമാണെങ്കിൽ അവർ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്ന ഒരായത്ത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ സാബികളും നസാറാക്കളും യഹൂദന്മാരും മറ്റു മതക്കാരും ഒക്കെ പെട്ടു. അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളും പെട്ടു. അഥവാ മുഹമ്മദ് നബിയെ പ്രവാചകനായി കാണുന്ന, അള്ളാഹുവിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. അവരെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ആ ആയത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നില്ല? അതായത് നസാറാക്കൾ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നില്ല, യഹൂദന്മാർ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നില്ല, സാബികളും പറ്റുന്നില്ല. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും അവർ ദുഃഖിക്കേണ്ടതില്ല എന്നും ഖുർആൻ അർത്ഥശങ്കിടാതെ പറയുകയാണ്, അവിടെ വ്യക്തമാക്കിക്കൊണ്ട്. ഇതിന്റെ എന്താണ് വ്യാഖ്യാനം? ഇതുമായി ബന്ധപ്പെടുത്തി ചോദിക്കും. നമ്മൾ സ്വാഭികളുടെ പിന്നെടുക്കുക, ആദ്യം നമ്മൾ തീർക്കുക. സ്വാഭികൾ നസാറാക്കളൊക്കെ ദുഃഖിക്കേണ്ട, ആദ്യം നമ്മളെ ദുഃഖം തീർക്കണമല്ലോ. അപ്പൊ നമുക്ക് ദുഃഖിക്കേണ്ടതാണ് ആയത്തിലുള്ളത്. അപ്പൊ അത് നമുക്ക് എടുക്കാം. ബക്കറിൽ ആദ്യം 62 സൂറത്ത് ബക്കറിൽ ആദ്യം 62 ആയത്തല്ല, 1, 2, 3 ഒക്കെ കഴിഞ്ഞാൽ 61 കഴിഞ്ഞിട്ടാണ് 62 എത്തുക. ഇതെന്താ ചില നമ്പർ കാണാപ്പാടം പഠിച്ചിട്ട് ഇങ്ങനെ നടക്കും. അത് നമ്മളൊന്നും കൂടി അതിന് ഗൗരവമായി കാണേണ്ടതുണ്ട്. സൂറത്ത് ബഖറ 1 മുതൽ 61 വരെയുള്ള ആയത്തുകൾക്ക് എടുക്കാൻ ഒരു കുഴപ്പമില്ല. 62 പ്രശ്നമെങ്കിൽ നമുക്കത് പറയാം. അല്ല 61 വരെ എടുക്കൂല, 62 മാത്രം പ്രശ്നം, 63 പിന്നെയും പറ്റൂല എന്നാണെങ്കിൽ പിന്നെ 62 കാര്യമില്ലല്ലോ. അപ്പൊ സൂറത്ത് ബഖറയിൽ 1 മുതൽ 200 ചില്ലാനം ആയത്തുണ്ട്. ആ ആയത്തിലൊക്കെ അതൊന്നും സ്വീകാര്യമല്ല, ഇത് മാത്രം എടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഖുർആൻ എടുക്കാനുള്ള താല്പര്യം കൊണ്ടല്ല എന്നാർക്കും മനസ്സിലാവും. അപ്പൊ 62 അവിടെ ഒക്കെ നമ്മൾ ആദ്യം തലക്കിന്ന് പോവാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ വിശദീകരിച്ചെന്ന് വെച്ചാൽ ഹദീസ് കൊണ്ടാണ് അത് പൂർണ്ണമാകുന്നതെങ്കിൽ പിന്നെ ഖുർആൻ നബിക്ക് മാത്രം പോരെ, നമുക്ക് ഖുർആൻ വേണ്ടല്ലോ, ഹദീസ് മതിയല്ലോ എന്നാ. അപ്പൊ ഇതിന് വിശദീകരണം വേണ്ട, ടെക്സ്റ്റ് വേണ്ട, വിശദീകരണം മതിയല്ലോ എന്നാ. പിന്നെ എന്തിനു വിശദീകരണം ആവുക? ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. അപ്പൊ ഖുർആൻ നബിക്ക് നമുക്ക് ഹദീസും എന്നാണെങ്കിൽ അത് നമ്മൾ ഖുർആനിൽ നിന്ന് വേറിട്ട് നിർത്തിയാൽ ഹദീസും എടുക്കാൻ കഴിയില്ല, ഹദീസിൽ നിന്ന് വേറിട്ട് നിർത്തിയാൽ ഖുർആനും എടുക്കാൻ കഴിയില്ല. അപ്പൊ രണ്ടും വേണം എല്ലാവർക്കും. ഖുർആനും വേണം, ഹദീസും വേണം, നബിക്കും വേണം, എല്ലാവർക്കും വേണം. അതായത് നബിക്ക് ഖുർആന്, ബാക്കിയുള്ളവർക്ക് ഹദീസ് എന്നാണെങ്കിൽ അത് ടെക്സ്റ്റ് നബിക്ക് ആയിക്കോട്ടെ, വിശദീകരണം മാത്രം എനിക്ക് മതി എന്ന് പറയാൻ പറ്റൂലല്ലോ. ഖുർആന്റെ ഒരു ആയത്തിനെയാണ് വിശദീകരണം നൽകുന്നത്. അത് നേരത്തോടെ പറഞ്ഞത് 5 രൂപത്തിൽ ഹദീസുകൾ വരും. ഖുർആനിൽ പറഞ്ഞ കാര്യം തന്നെ ഹദീസിൽ പറയുന്നു. ചില സ്ഥലങ്ങളിൽ, ചില വിഷയങ്ങളിൽ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഹദീസിൽ പഠിപ്പിക്കുന്നു. ഖുർആനിൽ അവ്യക്തമായി പറഞ്ഞ കാര്യത്തിനെ ഹദീസ് സുവ്യക്തമാക്കുന്നു. ഖുർആൻ പൊതുവായി പറഞ്ഞ കാര്യത്തിനെ ഹദീസ് വിശദീകരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ ഹദീസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ നബി എടുത്തോട്ടെ, ഹദീസ് നമ്മൾ എടുത്തോളാം. ഇത് ഖുർആനും ഹദീസും കൊടുക്കാൻ നമ്മൾ എടുക്കാത്ത പിന്നെ ഞാൻ ഹദീസ് നമുക്ക് പോലെ ചോദിക്കുന്നത്. അപ്പൊ അത് ന്യായമല്ല എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂറത്ത് ബഖറയിലെ 1-ാമത്തെ ആയത്ത് തന്നെ 62 നമുക്ക് പോകാം. ആ ആയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിലേ അല്ല. നിങ്ങളെ വക അർത്ഥം വെച്ചപ്പോഴാണ് കുഴപ്പം തോന്നിയത്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമേ അല്ല. യഹൂദികളും നസാറാക്കളും സ്വാബികളും ഒക്കെ പറഞ്ഞപ്പോൾ ഉടനെ ഡിമാൻഡ് പറഞ്ഞു ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് അവിടുത്തെ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഔട്ടായി നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം. അപ്പൊ സ്വാബിയായാലും പണ്ട് ഏതായിക്കോട്ടെ കുഴപ്പമില്ല, പണ്ട് നസ്രാനിയ, പണ്ട് ജൂതന, പണ്ട് സ്വാബിയ, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ അള്ളാഹും റസൂലും വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സ്വർഗത്ത് പോകും. ഒരു കാലത്ത് മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഇനിയോ മുസ്ലിമായിട്ട് കാര്യമില്ല, ഇന്ന് ഇസ്ലാമിൽ നിയമമില്ല. ഒരു കാലത്ത് ക്രിസ്ത്യാനിയായ ഒരാൾ ഇനി മുസ്ലിമായ സ്വീകരിക്കൂല, ഇത് നിയമമില്ല. അവൻ ഈമാനും അമലും സ്വഹത്തും സ്വീകരിക്കാൻ തയ്യാറായാൽ ആരാണെങ്കിലും സ്വീകരിക്കും. എത്ര വലിയ ധിക്കാരിയാണെങ്കിലും, എത്ര വലിയ യുക്തിവാദിയാണെങ്കിലും, ഏത് മതനിഷേധിയാണെങ്കിലും അവർ ഈമാനും അമലും സ്വഹത്തും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടെ സ്വീകരിക്കും, ഒരു സംശയമില്ല. അതാണ് ആയത്ത്. അതാ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അവിടെയും ഹദീസ് ആവശ്യമുണ്ട്. ആ ആയത്ത് എടുക്കാനും ഹദീസ് വേണം. ഹദീസ് എടുക്കാതെ ആയത്തെടുത്താൽ ഇങ്ങനെ ആവും. അതാ ചേകന്നൂർ പണ്ട് പറഞ്ഞത് സർവ്വമത സത്യവാദം. എല്ലാ മതങ്ങളും സത്യമാണ്, അതിൽപ്പെട്ട ഒരു സത്യമാണ് ഇസ്ലാം. ഈ ആയത്ത് ഉൾപ്പെടുത്തി വന്ന് ബഖറ 62-ാമത്തെ ആയത്ത് അയാളെ ഓതിയത് എല്ലാ മതവും സത്യമാണ്,
ഞാൻ അതിലും എല്ലാ മതം സത്യമൊന്നുമില്ല, അതിലും യഹൂദി നസ്രാനി സ്വാബി അത്രയേ ഉള്ളൂ, അല്ലാത്തൊന്നുമില്ല. സിഖ്, ജൈന, അതേപോലുള്ള ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളുണ്ടല്ലോ, ആ മതമൊന്നും ആ ആയത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ അവർക്ക് ഈ ആയത്ത് ബാധകല്ലേ? ഒരിക്കും ബാധകമാണ്. ലോകത്ത് ഏത് മതക്കാരനും ഈ ആയത്ത് ബാധകമാണ്. അപ്പൊ ആയത്ത് പ്രകാരം ആകെ 4 പറഞ്ഞുള്ളൂ. മുഅ്മിനീങ്ങളെ പറഞ്ഞു, ജൂതന്മാരെ പറഞ്ഞു, നസ്വാറാക്കളെ പറഞ്ഞു, സ്വാബി മതക്കാരെ പറഞ്ഞു, ബാക്കിയൊന്നുമില്ല. അപ്പൊ 4 മതേ ലോകത്തുള്ളൂ. അതല്ലാത്തൊരു മതം സ്വീകരിച്ചോ ചോദിക്കുക, ഇന്ന പറ്റൊന്നും ഖുർആനില്ലല്ലോ, അവിടെ ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അപ്പൊ അതും ഹദീസ് എടുക്കാത്തപ്പണ്ടായ ഒരു അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഏതായത്തും ഹദീസിൽ നിന്ന് വേറിട്ട് നിങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളെ യുക്തിയും നിങ്ങളെ ബുദ്ധിയുമാണ് ഇതിന് നിങ്ങൾ അടിസ്ഥാനമാക്കി എടുക്കുന്നത്. അവിടെ തന്നെയാണ് പിഴച്ചത്. കാരണം ഏത് മനുഷ്യൻ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും 10ാമത്തെ വയസ്സിലെ ബുദ്ധിയല്ല 20ാമത്തെ വയസ്സിലുണ്ടാവാം, 20ലുള്ള ബുദ്ധിയല്ല 40ലുണ്ടാവാം, 40ലെ ബുദ്ധിയല്ല 50ലുണ്ടാവില്ല, 50ലുള്ള ബുദ്ധി 70 ഉണ്ടാവില്ല. അപ്പൊ ഈ ബുദ്ധിക്കനുസരിച്ച് അപ്പളേ ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് എവിടെ നിൽക്കാൻ പറ്റില്ല. ബുദ്ധി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയാൽ മതി, ഒരു നരമ്പ് കംപ്ലൈന്റ് ആയാൽ ബുദ്ധി നേരെ പകുതിയാണ് പോകും, ബാക്കി പകുതി ഉണ്ടാവുള്ളൂ. അപ്പൊ പണ്ട് കൊണ്ട എല്ലാ ഹദീസും പിന്നെ കൊണ്ടുപോകുന്നില്ല ആ ബുദ്ധിയിലെ. അപ്പൊ എൻ്റെ ബുദ്ധിയും എൻ്റെ യുക്തിയും ആണ് അവലംബം എന്ന് പറയുമ്പോൾ അവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഏതു പ്രായത്തിലെ ബുദ്ധി, ഇനി എന്നേക്കാൾ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാവും ലോകത്തൊരുപാടും, എന്നേക്കാൾ ബുദ്ധി കുറഞ്ഞവരുണ്ടാവും. അപ്പൊ എൻ്റെ ബുദ്ധി കൊള്ളുന്നത് ഇദ്ദേഹത്തിന് ബുദ്ധി കൊള്ളുന്നില്ല, അപ്പൊ എനിക്ക് പറ്റിയ ഞാൻ എടുത്തു, അദ്ദേഹത്തിന് പറ്റാത്ത അദ്ദേഹം ഒഴിവാക്കി, അദ്ദേഹത്തിന് ബുദ്ധി കൊള്ളാത്ത എൻ്റെ ബുദ്ധി കൊള്ളുന്നില്ല, അപ്പൊ അദ്ദേഹം സ്വീകരിച്ചു, ഞാൻ സ്വീകരിച്ചില്ല. ഇങ്ങനെ വന്നാൽ പിന്നെ ഒന്നിനും അർത്ഥമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഖുർആനും ഹദീസും അത് രണ്ടും ഒന്നിച്ച് സ്വീകരിക്കുക എന്നത് മാത്രമേ രക്ഷയ്ക്കുള്ള മാർഗമുള്ളൂ. അതുകൊണ്ടാണ് ഈ ആയത്തിലാണെങ്കിലും അവർക്ക് ദുഃഖമില്ല, പേടിയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകമായി ഡിമാൻഡ് പറഞ്ഞെന്താ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹാ. അല്ലാഹുവിൽ വിശ്വസിക്കണം, യൗമുൽ ആഖിർ വിശ്വസിക്കണം, വഅമില സ്വാലിഹാ, സ്വാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം. ഇത് ഉണ്ടെങ്കിൽ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല. വലാ ഹും യഹ്സനൂൻ, ദുഃഖിക്കേണ്ടതുമല്ല. ഞാൻ ഭയം ദുഃഖം ദുനിയാവിലെ ഭയമല്ലതാനും, അതും ഹദീസ് എടുക്കുമ്പോഴേ കിട്ടുള്ളൂ. ഹദീസ് എടുക്കാത്ത സംബന്ധിച്ച് എന്ത് ചെയ്യാണ്? ഓനെ ഒരു പാമ്പ് ഒത്താമെന്ന് ഓൻ പേടിക്കേണ്ടതാണോ? ആയത്ത് അല്ലാഹ് പറഞ്ഞെന്താ? ഓൻ പേടിക്കേണ്ടതാ. ഒരു പാമ്പ് വന്ന് വാങ്ങി നിന്നു, എനിക്കൊരു പേടിയൊന്നുമില്ല, കാരണം എന്താ? ഞാൻ ഈ ആയത്ത് പ്രകാരം ജീവിക്കുന്ന ആളാ, അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ് പേടിക്കേണ്ടതാ, ഞാൻ പേടിക്കൂല എന്ന് പറഞ്ഞാൽ മയ്യത്താവുന്നല്ല പാടുന്നുണ്ടാവില്ല. അപ്പൊ അവിടെയും പ്രശ്നമുണ്ട്. ആ ആയത്തിൽ പറഞ്ഞ ഓരോ വാക്കിനും ആ പ്രശ്നമുണ്ട്. അപ്പൊ ഒരാൾ എന്താണെങ്കിലും ശരി, അയാളുടെ പേരല്ല പ്രധാനം. പേരിൽ മുഅ്മിനായി, പേരിൽ ജൂതനായി, പേരിൽ നിസ്രാനിയായി, പേരിൽ സ്വാബിയായി, അതല്ല അടിസ്ഥാന മാനദണ്ഡം. അടിസ്ഥാന മാനദണ്ഡം മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹാ, അതാണ് അടിസ്ഥാനം. അതുണ്ടോ അവനെ സ്വീകരിക്കും. അതില്ലേ അവൻ പേരിൽ മുസ്ലിം ആയിട്ടും കാര്യമില്ല, പേരിൽ മുസ്ലിം അല്ലതായിട്ടും കാര്യമില്ല. ഇതുള്ളവനെ മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ, അല്ലാത്തവനെ പരിഗണിക്കപ്പെടില്ല എന്നാണ് ആ ആയത്ത്, സൂറത്ത് ബഖറയിലെ ആയത്ത്. ഇനി മായിദയിലാണെങ്കിലും സൂറത്ത് ഹജ്ജിലാണെങ്കിലും വേറെയും കുറെ ആയത്തുണ്ട്. മോലിന്റെ ബുക്ക് വായിച്ചാൽ കുറെ നമ്പർ കിട്ടും. അപ്പൊ ആ ആയത്ത് മാത്രം എടുക്കുമ്പോഴുള്ള പ്രശ്നം അത് ഞാൻ പറഞ്ഞു. ബഖറ 62 പോകുന്നതിന് മുമ്പ് ബഖറ 1 അലിഫ് ലാം മീം നമ്മൾ എങ്ങനെ പാരായണം ചെയ്യും? ഒരാൾ ഓതി അലമ എന്നോതി, തെറ്റ നമ്മൾ എങ്ങനെ പറയും? വേറൊരാൾ അലം എന്നോതി, ഓരോരുത്തർ തോന്നിയ പോലെ ഓതി, അത് തെറ്റാ നമ്മളിങ്ങനെ പറയും. ഇന്നതാണ് ശരി എങ്ങനെ പറയും? ഒരാൾ പറയാ എന്റെ യുക്തിപ്രകാരം അവിടെ അലമ എന്നോദണം, ആയിക്കോട്ടെ, ഓന്റെ യുക്തി എങ്ങനെയാണ്? വേറൊരുത്തരുടെ യുക്തി ഉലിമ എന്നാണ്, ശരിയല്ല എങ്ങനെ പറയും? അപ്പൊ ഇത് എന്തു പാരായണം ചെയ്യണം? അലിഫ് ലാം മീം എവിടുന്ന് കിട്ടി? ഹദീസിൽ നിന്ന്. ഹദീസിൽ നിന്ന് കിട്ടി. അല്ലാഹു തആല വഹയായി ജിബ്രീലിനെ പറഞ്ഞയച്ച് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് ഓതിക്കൊടുക്കുകയാണ്. അതാണ് ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന. ഞാൻ ഓതി തന്നാൽ നീ അതിനെ തുറന്ന് നീ ഓതുക. അപ്പൊ ജിബ്രീൽ വന്ന് ഓതിക്കൊടുക്കുന്നു. ജിബ്രീലിന്റെ ഒപ്പം നബി ഇങ്ങനെ ഓതുന്നു. നബി പിന്നാലെ കൂടി ധൃതിപ്പെട്ട് ഓതിയപ്പോൾ അല്ലാഹു തിരിച്ച് ധൃതിപ്പെടണ്ട, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി എന്ന ആയത്തിന്റെ ആദ്യ ഭാഗം. താങ്കൾ ധൃതി കാണിക്കേണ്ടതില്ല, നാവിട്ടടിക്കേണ്ടതില്ല, സാവകാശം ഓതിയാൽ മതി, നമ്മൾ ഏറ്റു ഓതിത്തരൽ. ആ ജിബ്രീൽ വന്ന് ഓതിക്കൊടുത്തു അലിഫ് ലാം മീം. അത് പ്രകാരം നബി ഓതി. നബി ഓതിയത് സ്വഹാബിമാർ കേട്ടു. സ്വഹാബിമാർക്ക് നബി പഠിപ്പിച്ചു കൊടുത്തു.
സ്വഹാബിമാർ തിരിച്ച് നബിക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. നബി അംഗീകരിച്ചു. സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ ഓതിപ്പടിച്ചു, താബിഈങ്ങളിൽ നിന്ന് താബികൾ ഓതിപ്പടിച്ചു, താബികളിൽ നിന്ന് അതിനുശേഷക്കാർ ഓതിപ്പടിച്ചു. അങ്ങനെ കൈമാറി 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 ഇപ്പോഴും ആ ഓത്ത് കിട്ടി, ഇനിയും ആ ഓത്ത് പോകും. ഇതാണ് സനദ്. ഇത് എഴുതി വെക്കാൻ പറ്റുമോ? ഇപ്പൊ ഖുർആൻ എഴുതി വെച്ചു എന്നാണ്, ഹദീസ് എഴുതി വെച്ചിട്ടില്ല, ഖുർആൻ എഴുതി വെച്ചു. അതാണ് ഒരു വിഷയം. ആയിക്കോട്ടെ, ഖുർആൻ എഴുതി വെച്ചു. ഇത് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അലിഫ് ലാം മീം എന്നാണ് പാരായണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ആ പാരായണം എവിടുന്ന് കിട്ടി? ഹദീസിൽ നിന്ന് സനദോട് കൂടി കൈമാറിപ്പോന്ന ഖിറാഅത്ത്. അപ്പോഴേ അത് നമ്മൾ ഖുർആന്റെ ഒരായത്ത് എടുക്കണമെങ്കിൽ ഹദീസ് എടുത്തോളണം. അതാ ഇമാം മാലിക് പറഞ്ഞത്, ഹദീസ് എന്ന് പറഞ്ഞാൽ സഫീനത്തു നൂഹ്, നൂഹ് നബിയുടെ കപ്പലാണ് അസ്സുന്ന. അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ, സുന്നത്ത് ഹദീസ് എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ കപ്പലാണ്. മൻ റകിബഹാ ഫഖദ് നജാ, അതിൽ ആര് കയറിയോ അവൻ രക്ഷപ്പെടാം. വമൻ തഖല്ലഫ അൻഹാ ഫഖദ് ഹലക്, ആര് കയറാതെ മാറി നിന്നോ അവൻ നശിക്കുക തന്നെ ചെയ്യും. നൂഹ് നബിയുടെ കപ്പലാണ് സുന്നത്ത്. ആ കപ്പലിൽ കയറിയവൻ രക്ഷപ്പെടും, കയറാതെ മാറി നിന്നവൻ നശിക്കും. അപ്പൊ ഹദീസ് സ്വീകരിക്കൂല, ഖുർആൻ എടുക്കാന്ന് പറഞ്ഞാൽ നശിക്കയേ ഉള്ളൂ, സംശയിക്കാനില്ല. കേൾക്കുമ്പോൾ രസമുണ്ടാവും. ഹദീസ് പിന്നെ പറഞ്ഞതല്ലേ, ആയത്ത് അള്ളർക്കിയത് എനിക്കത് മതി, പെട്ടെന്ന് കേൾക്കുമ്പോൾ തരക്കേടില്ല. പക്ഷെ അത് ശരിയല്ല. ഇമാം മാലിക് തന്നെ പറഞ്ഞു, വീടിന്റെ മുകളിൽ കയറാനുള്ള കോണിയാണ് ഹദീസ്. വീടുണ്ടാക്കി വെച്ചു, അപ്സ്റ്റെയർ 10 നില ഉണ്ടാക്കി, കോണി ഉണ്ടാക്കിയില്ല. എന്താ ചെയ്യാൻ പറ്റുക? കയറാൻ സംവിധാനം വേണം. കയറാൻ സംവിധാനം. വീട് പൂർണ്ണമല്ലേ, പെയിന്റില്ലേ, ചുമരില്ലേ, ജനലില്ലേ, വാതിലേ ഒക്കെ ഉണ്ട്, പക്ഷെ കോണില്ല. കോണില്ലെങ്കിൽ മേലോട്ട് കയറാൻ കഴിയില്ല. അപ്പൊ കയറണമെങ്കിൽ കോണി വേണം. കയറാൻ മാത്രമല്ല, കയറാൻ ഇറങ്ങാനും കോണി വേണം. അല്ലെങ്കിൽ കയറി അവിടെ കൊടുക്കും, ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നേരത്തെ ഉമരി പറഞ്ഞത്, ഒരൊറ്റ റക്അത്ത് നിസ്കരിക്കാൻ കഴിയില്ല ഹദീസ് എടുക്കാത്തൊരാൾക്ക്, ഒരു നോമ്പെടുക്കാൻ കഴിയില്ല ഹദീസ് എടുക്കാത്തൊരാൾക്ക്. കാരണം ഖുർആന്റെ അധ്യാപന പ്രകാരം സുമ്മ അത്തിമ്മു സിയാമ ഇലൽ ലൈൽ, രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കുക, രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കുക. അപ്പൊ രാത്രി എത്ര വരെ വേണം? 12 മണി വരെ വേണോ? അത് നേരം പുലരുവോളം വേണോ? ഏതുവരെ വേണം? ഇലൽ ലൈൽ എന്ന ഖുർആന്റെ പ്രയോഗം. വകുലു വസ്റബു ഹത്താ യതബയന ലക്കുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, വെള്ളനൂലിൽ നിന്ന്, കറുത്ത നൂലിൽ നിന്ന് വെള്ളനൂല് പ്രത്യക്ഷമാകുന്നത് വരെ തിന്നുകയും കുടിക്കുകയും ചെയ്യുവീൻ. ഒരാൾ വാദിക്കുക, മഗ്‌രിബിന് നോമ്പ് മുറിച്ചാൽ പിറ്റേന്ന് സുബിയാകുന്നവരെ തിന്നുകൊണ്ടേയിരിക്കണം, കുടിച്ചുകൊണ്ടേയിരിക്കണം. കാരണം എന്താ? കുലു, തിന്നുവീൻ, കൽപ്പനാക്രിയയാണ്. വസ്റബു, കുടിക്കുവീൻ, കൽപ്പനാക്രിയയാണ്. ഏതുവരെ തിന്നണം, ഏതുവരെ കുടിക്കണം? പ്രഭാതം വരെ. അപ്പൊ വൈകുന്നേരം വരെ നോമ്പ്, നേരം വെളുക്കോളം തീറ്റ. മഗ്‌രിബ് മുതൽ സുബഹി വരെ തിന്നുകൊണ്ടേയിരിക്കുക, സുബഹി മുതൽ രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കുക. ഇനി എന്താ നോമ്പ്? ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണോ? നോമ്പ് നോറ്റാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണോ? എവിടുന്ന് കിട്ടി? നോമ്പ് നോറ്റാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ? ഇല്ലല്ലോ. ഖുർആനിൽ പറഞ്ഞ മറ്റൊരു നോമ്പുണ്ട്. അതെന്താ? നോമ്പ് നോറ്റാൽ മിണ്ടാൻ പാടില്ല. ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഒരു മനുഷ്യനോട് ഞാൻ മിണ്ടൂല. അപ്പൊ മൃഗത്തിനോട് മിണ്ടാം, മനുഷ്യന്മാരോട് മിണ്ടാൻ പാടില്ല. അതാണ് നോമ്പ് എന്നൊരു യുക്തിവാദി വാദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കുക? അപ്പൊ ഹദീസ് എടുക്കാതെ നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ഷഹാദത്ത് കലിമ ഇല്ല, ഇസ്ലാം കാര്യമില്ല, ഈമാൻ കാര്യമില്ല, ഖുർആനിലെ ഒരായത്ത് പോലും ഓതാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഖുർആനും ഹദീസും വേർതിരിക്കാൻ പറ്റൂല. ഖുർആൻ സ്വീകരിക്കണോ ഹദീസ് വേണം, ഹദീസ് സ്വീകരിക്കണോ ഖുർആന് വേണം. പിന്നെ സ്വീകരിക്കാതിരിക്കാൻ ചില ആളുകളൊക്കെ ചില ന്യായങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്ന് മാത്രം. മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകൾക്ക് ഹദീസ് പഠിക്കലും അത് ജീവിതത്തിൽ പാലിക്കലും പ്രയാസമായി മാറി. അപ്പൊ അവർ ഹദീസിനെ തള്ളീന. ഒരിക്കലും കഴിയുന്നില്ല, ഒരിക്കലും പ്രയാസമാണ്, എന്നാ പിന്നെ പ്രയാസം നമുക്ക് വേണ്ട എന്ന് വിചാരിച്ച് അവർ ഒഴിവാക്കി വിട്ടതാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരൻ തിരിച്ചറിയേണ്ടത്, ആത്മാർത്ഥമായി പെട്ടുപോയതാണെങ്കിൽ വലിയ അപകടത്തിൽ തന്നെയാണ് പെട്ടിട്ടുള്ളത്. ഹദീസിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ഖുർആനിന്റെ ഒരക്ഷരം പോലും ഒരാൾക്കും സ്വീകരിക്കാൻ കഴിയില്ല. ഹദീസ് ഇല്ലാതെ ഖുർആനുമില്ല, ഖുർആനില്ലാതെ ഹദീസുമില്ല. രണ്ടും ഒരേപോലെ സ്വീകരിക്കണം. പിന്നെ പിൽക്കാലത്ത് വ്യാജമായ കഥകൾ പലരുണ്ടാക്കിയിട്ടുണ്ട്, നിർമ്മിതമായ മൗദൂആയ കഥകൾ. നബിയെ താങ്കളില്ലെങ്കിൽ ലോകം പടക്കൂലായിരുന്നു എന്ന് പറഞ്ഞത്, നബി പ്രകാശമാണ് ആദ്യം പഠിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ കള്ളക്കഥകൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയ ഉടനെ തന്നെ പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പൊ അതിലും നമുക്ക് ബേജാറാകേണ്ട കാര്യമില്ല. ഒരുത്തൻ കള്ളനാണയം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ഒറിജിനൽ നാണയം
ഒഴിവാക്കേണ്ട കാര്യമില്ല. ഒറിജിനൽ നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ പറഞ്ഞ് ആവർത്തിക്കുന്നു, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒരേപോലെ സ്വീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിച്ചു, കിതാബും സുന്നത്തും പറഞ്ഞപ്പോൾ, ഖുർആനും ഹദീസും പറഞ്ഞപ്പോൾ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, ലം യതഫറഖാ ഹത്താ യരിദൽ ഹൗദ്. ഹൗദുൽ കൗസറിലേക്ക് വരുന്നത് വരെ ഖുർആനും സുന്നത്തും ലം യതഫറഖാ, അത് രണ്ടും തമ്മിൽ വേർപിരിയുകയില്ല. അത് രണ്ടും തമ്മിൽ വേർപിരിയുകയില്ല. ആ നിലക്ക് ഒന്നിച്ചാണ് പഠിപ്പിക്കപ്പെട്ടത്. അപ്പൊ അതും വേർപിരിക്കാൻ പോയാൽ അവൻ പിരിയുന്നല്ലാതെ കിതാബും സുന്നത്തും വേർപിരിയുക ഇല്ല എന്ന് വഹ്യു പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നെയ്യത്തോടു കൂടി നാം കാര്യങ്ങളെ ഗ്രഹിക്കുക, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുക. നബി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസും അത് തള്ളാൻ ഒരു നിലക്കും വകുപ്പില്ല. പ്രവാചകൻ പറയാത്ത ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജമായി കൊണ്ടുവരാനും പാടില്ല എന്നുകൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെ യുക്തിയും ബുദ്ധിയുമാണ് എൻ്റെ മാനദണ്ഡം എന്ന്. അപ്പോൾ വയസ്സിനനുസരിച്ച് യുക്തിയുടെയും ബുദ്ധിയുടെയും ഗതികൾ മാറാമെന്നും മൗലവി പറഞ്ഞു. ഇവിടെ അന്വേഷണം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്വേഷണം, യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലുള്ള അന്വേഷണം, അതാണ് ഏറ്റവും വലിയത്. ഒരു അമുസ്ലിമായ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അവന്റെ യുക്തിയും ബുദ്ധിയുമാണ് അതിൽ പ്രാധാന്യം. അവനിക്ക് ഖുർആൻ പ്രാധാന്യമല്ല. ഖുർആനെ മനസ്സിലാക്കണമെങ്കിൽ യുക്തി വേണം, ബുദ്ധി വേണം. ഹദീസിനെ മനസ്സിലാക്കണമെങ്കിൽ യുക്തി വേണം, ബുദ്ധി വേണം. അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഒരു മിനിറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഒരു മിനിറ്റ്. പിന്നെ സൂറത്തുൽ ബഖറയിലെ കാര്യം പറഞ്ഞു. ഇവിടെ ഏത് സമൂഹമാവട്ടെ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ, അല്ലെ, സാബികളും ക്രിസ്ത്യവരും ഏത് ആവട്ടെ ഇസ്ലാമിലേക്ക് വരാം, അവർക്ക് യാതൊരു തടസ്സവും ഇല്ല എന്ന് പറയും. പക്ഷെ അതേ ആയത്തിൽ തന്നെ മുഅ്മിനീങ്ങൾ പറഞ്ഞതോ, മുഅ്മിനീങ്ങളാവട്ടെ, മുഅ്മിനീങ്ങൾ വീണ്ടും മുഅ്മിനീങ്ങളാവണം. അങ്ങനെ അതെ, ഖുർആനിൽ മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണതയായിരിക്കും, അല്ലെ? അള്ളാഹുവിനെ പൂർണ്ണമായി കീഴ്പ്പെട്ട് അവൻ ആരാധിച്ച് ജീവിക്കുന്നവനാണ് എന്ത് പറയുന്നത്, മുഅ്മിൻ എന്ന് പറയുന്നത്, വിശ്വാസി, അല്ലെ? പൂർണ്ണമായും ഒരു വിശ്വാസി അള്ളാഹു പ്രഖ്യാപിക്കണമെങ്കിൽ അങ്ങനെയാവണം. എങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ മുഅ്മിൻ ഈ മറ്റു മതക്കാരുടെ കൂടെ എടുത്ത് പറഞ്ഞത്? മാത്രവുമല്ല, അതിന്റെ അവസാനം പറയുമ്പോൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിലും സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണമെന്നും പറഞ്ഞില്ല. അതാണ് ശരി. അൽഹംദുലില്ലാ. അപ്പോൾ രണ്ടാമത്തെ ഞാൻ ആദ്യം പറയാം. അതായത് മുഅ്മിനോട് പിന്നെ മുഅ്മിനാകാൻ പറയുമെന്ന് എത്രയോ ആയത്ത് ഖുർആനിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളൊക്കെ ഓതുന്ന ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതെന്തൊരു വിഡ്ഢിത്ത! അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടല്ലേ മുഅ്മിനായത്. ഇനി എന്തിനാ ഇത്തഖുല്ലാഹ് പുതുക്കിക്കൊണ്ടേയിരിക്കണം? എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങൾ 17 വട്ടം ചോദിക്കുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒരു വട്ടം ചോദിച്ചാൽ പോലെ? ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചോദിച്ചു, അത് മുസ്ലിമാകണ മുമ്പ് മതി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണേ. അത് ശരിക്കും ചോദിക്കേണ്ടത് ശരിക്കാരങ്ങളെ യുക്തിപ്രകാരമാണെങ്കിൽ മുസ്ലിം അല്ലാത്തവനാ. മുസ്ലിമായി നേരായ വഴിക്ക് എത്തി, ഇനി എന്തിനാ ചോദിക്കുന്നത്? ഇനി ചോദിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ അവനെ കൊണ്ട് മുസ്ലിം ആയാൽ അവിടെ തുടങ്ങുകയല്ല. മുസ്ലിം ആകണവരെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവില്ല. മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അവിടെ മുതൽ എല്ലാ ദിവസവും 17 വട്ടം ചോദിക്കണം, നേരായ വഴിയിൽ എന്നെ ചേർക്കണേ. അപ്പൊ ഇതെന്തിനാ ചോദിക്കുന്നത്? ചേർത്ത ഒരാളും എപ്പോഴും പിഴച്ചു പോകാം, ഉള്ളിൽ കയറിയ ഒരാൾ എപ്പോഴും ഔട്ടാകാം. അതുകൊണ്ട് ഉറപ്പിച്ചു നിർത്തണേ എന്നതിനർത്ഥം. ഈ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ. മാത്രമല്ല, വിശ്വാസത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. മുസ്ലിമീങ്ങളോടാണ്, മുഅ്മിനീങ്ങളോടാണ്. സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ആമിനൂ, നിങ്ങൾ വിശ്വസിക്കുവീൻ. മുഅ്മിനീങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ആമിനൂ, നിങ്ങൾ വിശ്വസിക്കുവീൻ. വൈരുദ്ധ്യമാണോ? അല്ല. ഹദീസ് എടുക്കുമ്പോൾ വൈരുദ്ധ്യം എല്ലാം മനസ്സിലാവും. ഹദീസ് എടുക്കാഞ്ഞാലോ അതൊക്കെ വൈരുദ്ധ്യം. ഇനി ഏറ്റവും വലിയ മാതൃക മുസ്ലിമായി അല്ലാഹു തആല വരച്ചു കാണിച്ചവരാണല്ലോ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബ്രാഹിമിനോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞത് അസ്ലിം, നീ മുസ്ലിം ആവണം, നീ സമർപ്പിക്കണം. അപ്പൊ അതുവരെ ഇബ്രാഹിം നബി മുസ്ലിം അല്ല എന്നാണോ? ഖാല ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അതാണ്. അപ്പൊ പേരിൽ ഒരാൾ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് ആയതുകൊണ്ട് കാര്യമില്ല.
അവനുണ്ട് അവിടെ അടിസ്ഥാന മാനദണ്ഡമാണ് മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കണം. അപ്പോൾ സംശയം എന്താണ്? മുഹമ്മദിനെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാ. അവിടെ മലക്ക് പറഞ്ഞിട്ടില്ല, അവിടെ കിതാബ് പറഞ്ഞിട്ടില്ല, അവിടെ റസൂലുമാർ പറഞ്ഞിട്ടില്ല, അവിടെ ഖദർ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പ്രകാരം ഈമാൻ രണ്ടുള്ളൊരുത്തം പറഞ്ഞാലോ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുക, യൗമുൽ ആഖിർ വിശ്വസിക്കുക. അത് ഒരുപാട് ആയത്തുകളിൽ, ഒരുപാട് ഹദീസുകളിൽ അത് പറയാറുണ്ട്. അത് ഓരോ സന്ദർഭത്തിലെ പ്രാധാന്യപൂർവ്വം എടുത്തു പറയും. ഹദീസിൽ കാണാം, നിങ്ങൾ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവർ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവർ ഫൽയുക്രിം ളൈഫ, അവന്റെ അതിഥിയെ സൽക്കരിക്കട്ടെ. അതിനർത്ഥം എന്താ? വേറെ വിശ്വാസമൊന്നും വേണ്ടെന്നാണ്. അത് ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യത്തിൽ യോജിക്കുന്ന പ്രയോഗങ്ങൾ ഖുർആനിലുണ്ടാവും. തരക്കില്ല ഖുർആനിൽ ഈ ഒരു ആയത്ത് മാത്രമേ ഉള്ളൂവെങ്കിൽ അതേ ഖുർആനാണല്ലോ അത്തിയുല്ലാഹ വർ റസൂൽ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞത്. മാത്രമല്ല മുഹമ്മദ് നബിയെ വിശ്വസിക്കാൻ ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു? മുഹമ്മദ് നബിയെ വിശ്വസിക്കണം ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു? മുനാഫിഖീങ്ങൾ ഉള്ളിൽ ബോധ്യമില്ലാതെ അംഗീകരിച്ചിട്ട് പോലും അല്ലാഹ് സമ്മതിച്ചില്ല. കപടവിശ്വാസികൾ വന്നു കഴിഞ്ഞാൽ അവർ പറയും നശ്ഹദു ഇന്നക റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹി ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹു പറഞ്ഞെന്താ? വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ഒരു കള്ളന്മാരാണ് നബിയെ അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. ഒരു പറഞ്ഞ വാക്കല്ല കള്ളം, ഓലെ ഉള്ളിൽ ആ വിശ്വാസമില്ല. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് മുനാഫിഖുകൾ വന്ന് നബിയോട് പറയുമ്പോൾ അല്ലാഹു പറയാ ഒരു കളവ് പറയാണ്. അതിനർത്ഥം എന്താ? മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂൽ അല്ലാന്നാണോ? അല്ല. പിന്നെ ആണ് എന്ന് ഒരു സാക്ഷ്യം വഹിക്കുന്നു എന്ന കളവാണ്, ഒരു സാക്ഷ്യം വഹിക്കണില്ല. അപ്പൊ ഒരായത്ത് മാത്രം എടുത്തിട്ട് അവിടെ മുഹമ്മദ് നബി വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. അതാ ഞാൻ അർത്ഥം കൂടി പറഞ്ഞത്. ഖുർആനിൽ ബഖറയിൽ 62-ാമത്തെ ആയത്ത് മാത്രമല്ല, 1 മുതൽ എടുത്തു പോയി, 1 മുതൽ എടുത്തു പോകൂ. അപ്പൊ കാണാൻ നബിയെ വിശ്വസിക്കണം, സ്വഹാബികളെ വിശ്വാസം സ്വീകരിക്കണം. സൂറത്ത് ബഖറയിൽ 62 എത്ര മുമ്പ് ഒരു ആയത്ത് കാണും, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അതൊക്കെ കഴിഞ്ഞു പോയിട്ട് 62 എത്തുന്നത്. ഫഇൻ ആമനു, അവർ വിശ്വസിച്ചാൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, സ്വഹാബിമാരായ നിങ്ങൾ വിശ്വസിച്ചത് പ്രകാരം അവർ വിശ്വസിച്ചാൽ, ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗത്തിലായി. അപ്പൊ സ്വഹാബികൾ എന്തൊക്കെ വിശ്വസിച്ചു അത് നോക്കണം. ഏതായിരുന്നാലും ശരി, ഈ ആയത്ത് ഹദീസ് തള്ളാൻ തെളിവല്ല, ഈ ആയത്ത് സർവ്വമത സത്യവാദത്തിനും തെളിവല്ല. അങ്ങനെ തെളിവാദിത്വം പറഞ്ഞാൽ അയാൾക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ല. ഹദീസ് തള്ളിയപ്പോൾ അയാൾ എത്തിപ്പെട്ട ദുരന്തത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് അത്. മാത്രമല്ല സൂറത്ത് ബഖറയിൽ തന്നെ, സൂറത്ത് ബഖറയിൽ അതിന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 1 മുതൽ ഓതിപ്പോണം. 1 നമ്മൾ പറഞ്ഞ അലിഫ് ലാം മീം, 2 കിതാബ് പറഞ്ഞ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എന്നിട്ടെന്താ? ആരാ മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഗൈബിൽ വിശ്വസിക്കണം, നിസ്കാരം നിർവഹിക്കണം, റബ്ബ് നൽകിയതിൽ ചെലവഴിക്കണം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, താങ്കളിലേക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കണം. നബിയെ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കണം. വമാ ഉൻസില മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പുള്ളവരേക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കണം. അപ്പോൾ അവിടെ എല്ലാം പറഞ്ഞു, നബിക്ക് എന്തെല്ലാം ഇറക്കപ്പെട്ടു അതിലൊക്കെ വിശ്വസിക്കണം. അതിൽ ഖുർആൻ പെട്ടു, ഹദീസ് പെട്ടു. അതോടെ ഞങ്ങളോട് പറഞ്ഞു ആദ്യം 62 പോവല്ല. ചില നമ്പറുകൾ മാത്രം കാണാപ്പാടം പഠിച്ച് നമ്മളെ പഴിപ്പിക്കാൻ ചില മനുഷ്യന്മാർ ബോധപൂർവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. താങ്കളെപ്പോൾ ആളുകൾ, അന്വേഷണ ബുദ്ധിയുള്ളവർ ഇത് ശ്രദ്ധിക്കണം. പിന്നെ അന്വേഷണമാണ് പ്രധാനം. പക്ഷെ യുക്തിയും ബുദ്ധിയും അല്ല സ്വീകരിക്കാനുള്ള മാനദണ്ഡം. മാനദണ്ഡം അതല്ല, ബോധ്യപ്പെടാൻ അതൊക്കെ അവലംബിക്കാം. ബോധ്യപ്പെടാൻ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും യുക്തിയും ബുദ്ധിയും വെച്ച് നടന്നാൽ ഓനെ എവിടെ നിൽക്കാൻ പറ്റൂല. സുബഹിക്ക് വാങ്ങിക്കൊടുത്തു, എന്താ ഇപ്പോൾ സുബഹി 2 റക്അത്ത്, ഓനെ യുക്തിയോട് വാങ്ങാൻ അന്വേഷിച്ച് ഒരു പിടുത്തം കിട്ടുന്നില്ല. രാവിലെ ഉറക്കൊക്കെ ഒഴിവാക്കി എഴുന്നേറ്റ് ഇടങ്ങാറായി വന്നപ്പോൾ 2 റക്അത്ത്, ഉച്ചയ്ക്ക് ജോലിൻ്റെ അടിയിൽ വന്നപ്പോൾ 4 റക്അത്തായി. അത് എന്തോ പിഴച്ചതാ. രാവിലെ ഒരു 8-10 റക്അത്തൊക്കെ ഉണ്ടായിക്കോട്ടെ, ഉച്ചയ്ക്ക് ജോലി തിരക്കിനിടയിൽ ഒന്നുകിൽ വേണ്ട നിൽക്കുക, ഉണ്ടെങ്കിൽ തന്നെ 1-2 റക്അത്ത്. ചേകന്നൂർ പറഞ്ഞതാ ഇത് തൊഴിലാളി വിരുദ്ധമാണ് ളുഹർ നിസ്കാരം. ചേകന്നൂർ മുക്കിലുണ്ട്, ളുഹർ നിസ്കാരം തൊഴിലാളി വിരുദ്ധമാണ്. തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാനുള്ള സമയമാണ്, അപ്പൊ നിസ്കരിക്കാനുള്ള സമയമല്ല. അപ്പൊ സുബഹി കഴിഞ്ഞാൽ 3 അസ്റാം, പിന്നെ മഗ്‌രിബിന്റെ ഇശാ ആണ്. അപ്പൊ അതൊക്കെ ഇതുകൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനെ ഓരോന്നും യുക്തിരിക്കലില്ല. അന്വേഷണം ആവാം, അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെടാൻ പല മാനദണ്ഡം ഉണ്ടാവും. ചിലപ്പോൾ അന്വേഷണം ഉണ്ടാവും, അല്ലാത്തതുണ്ടാവും, ഒരാളെ സംസാരം കേട്ടതുണ്ടാവും, ഒരു പുസ്തകം വായിച്ചതുണ്ടാവും, ലേഖനം വായിച്ചതുണ്ടാകും, എല്ലാം ഉണ്ടാവാം. എന്നാൽ ഈ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ, സട്ടാമിന്റെ കൽപ്പനകളെ സ്വീകരിക്കാനുള്ള മാനദണ്ഡം
കേവല യുക്തിയും കേവല ബുദ്ധിയുമല്ല. ഖുർആനിൽ ചിന്തിക്കാൻ പറഞ്ഞ ആയത്തുകളുണ്ട്, അതൊക്കെ എടുത്ത് പോയി ചോദിച്ചു നോക്കി. ഖുർആനിൽ ചിന്തിക്കാൻ പറഞ്ഞ ആയത്തുകൾ, ആ ചിന്തിക്കാൻ പറഞ്ഞിടത്തൊക്കെ എന്താ? ഒന്നുകിൽ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു വെച്ച സൃഷ്ടിപ്പിന്റെ മഹാത്മ്യങ്ങൾ, മനുഷ്യ ശരീരത്തിലെ അത്ഭുതങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ ചിന്തിക്കാൻ പറഞ്ഞത്. അല്ലാതെ ളുഹ്ർ 4 റക്അത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് ഖുർആൻ ആയത്തുണ്ടാവില്ല. 5 നേരം നിസ്കരിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നുണ്ടാവില്ല. ഇബാദത്ത് പറഞ്ഞപ്പോൾ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. മത നിയമങ്ങൾ പറഞ്ഞെടുത്ത് ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഏകത്വം ബോധ്യപ്പെടാൻ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ, സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ, മഹാത്മ്യങ്ങൾ, അത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അവനല്ലാത്തവർ എന്ത് സൃഷ്ടിച്ചു കാണിച്ചു തരൂ, ചിന്തിക്കാനുള്ള സൂചനയാണ്. ഒട്ടകത്തെ നോക്കുന്നില്ലേ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അവിടെ ചിന്തിക്കാം, അവിടെ ചിന്തിക്കാം. പർവ്വതം, ആകാശം, ഭൂമി, അതേക്കുറിച്ചെല്ലാം ചിന്തിക്കാൻ പറഞ്ഞു, അത് ചിന്തിക്കാം. അതല്ലാതെ അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അതേപോലെ ഖുർആനിന്റെ മറ്റു വിഷയങ്ങൾ, ഇസ്ലാമിലെ ഇബാദത്തുകൾ, അതെല്ലാം ചിന്തിച്ചും ആലോചിച്ചും അന്വേഷിച്ചും എടുക്കണം എന്നല്ല പറഞ്ഞത്. അവിടെ അള്ളാഹും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചാൽ അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അതോടെ ഏതായാലും ഹദീസ് എടുക്കാൻ തൽക്കാലം പ്രയാസമുണ്ടെങ്കിൽ ഖുർആനെങ്കിലും പഠിച്ചാൽ കുറെ രക്ഷപ്പെടും. 62ക്ക് നേരെ പോകാതെ 1 മുതൽ പഠിച്ചു പോകാം. അപ്പം മനസ്സിലാവും ഹദീസും കൂടി വേണം, എന്നാലേ ഇത് പഠിയുള്ളൂ. അതുകൊണ്ട് ആ ഒരു മനസ്സിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞ ബഖറയിൽ 62ാമത്തെ ആയത്താണെങ്കിലും നിങ്ങൾ പറഞ്ഞ ആ അർത്ഥത്തിലല്ല, അതിനപ്പുറത്താണ്. അത് ഹദീസും കൂടി കൂട്ടി വായിക്കുമ്പോഴും അപ്പുറപ്പുള്ള ഹദീസുകൾ വായിക്കുമ്പോൾ, ആയത്തുകൾ വായിക്കുമ്പോഴും ഒക്കെ മനസ്സിലാവും. ഇനി അതേ ഖുർആൻ നസ്വാറാക്കളെ പറ്റി ഒരു അവിശ്വാസിയാണെന്നും പറഞ്ഞു. ലഖദ് കഫറല്ലദീന ഖാലൂ എന്ന് പറഞ്ഞുകൊണ്ട് നസ്വാറാക്കളെ പറ്റി അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹു വൽ മസീഹ്, അള്ളാഹു മസീഹാകുന്നു എന്ന് പറഞ്ഞവർ അവിശ്വാസിയായിരിക്കുന്നു. അപ്പൊ ക്രിസ്തു മതം സത്യമാണെന്നല്ല അർത്ഥം. സർവമത സത്യവാദത്തിനാണ് ആയത്തെടുത്തത് ചൈകന്നൂർ മൗലവി. എങ്കിൽ അതേ ഖുർആനാണ് പറഞ്ഞത് അവർ അവിശ്വാസികളാണ്. അപ്പൊ അതൊക്കെ ഹദീസും കൂടി കൂട്ടി വായിച്ച് വെക്കുമ്പോൾ മനസ്സിലാവും. സാധാരണ ഒരു കഥ പറയാറുണ്ട്, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് സ്കൂളിൽ നിന്നൊരു വിദ്യാർത്ഥി, 1ാം ക്ലാസ്സിലെ കുട്ടി, കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നു വൈകുന്നേരം. അപ്പോൾ വരുന്ന വഴിക്ക് വാപ്പാനെ കണ്ടു. അപ്പൊ എന്താ മോളെ കരയുന്നു? ഒന്നല്ല, അധ്യാപകൻ എന്നെ പട്ടിക കൊണ്ട് അടിച്ചു പറഞ്ഞു. അപ്പൊ വാപ്പാക്കും ചൂടാ, എന്താ 1ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ പട്ടിക കൊണ്ട് അടിക്കാനിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അക്രമല്ലേ? ഒരു മരത്തിന്റെ പട്ടിക അതുകൊണ്ടൊക്കെ അടിച്ചോറിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണല്ലോ. എന്നാ പിന്നെ ചോദിച്ചിട്ടെന്നെ കാര്യം. അങ്ങനെ മോളെയും കൂട്ടി വാപ്പ സ്കൂളിലേക്ക് ഓടിന. ഭയങ്കര ദേഷ്യത്തിൽ അധ്യാപകന് കണ്ടാൽ ബാക്കി പറയാന്നുള്ളേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ക്ലാസ്സിലെ സഹപാഠികളായ കുട്ടികൾ വേറെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തേ നിങ്ങൾ ഇത്ര ദേഷ്യപ്പെട്ട് പോകുന്നു? ഒന്നല്ല, ഇവളെ പട്ടിയെ കൊണ്ട് അടിച്ചു എന്നാ പറയണത്, അത് ചോദിക്കാൻ പോവുകയാണ്. അപ്പൊ കുട്ടികൾ പറഞ്ഞു, അത് ഇപ്പം നിങ്ങൾ വിചാരിച്ച പട്ടിക അല്ല, അത് ഹാജർ പട്ടികയാണ്. ആ ഹാജർ പട്ടിക എന്നാ ഇനി അടിച്ചോട്ടെ. അപ്പൊ കണ്ടവർ പറയണം എന്താണ് ഉദ്ദേശം, സാക്ഷ്യം വഹിച്ചവർ പറയണം എന്താണ് ഉദ്ദേശം. അല്ലെങ്കിൽ എന്താ അറിയോ, ഒരായത്ത് നമ്മളിങ്ങനെ ഓതി വയ്ക്കാം, അപ്പൊ ക്രിസ്ത്യാനായാൽ കുഴപ്പമില്ല. വേറെ ആയത്തോതി ഏത് മതം സ്വീകരിച്ചാലും കുഴപ്പമില്ല. വേറെ ആയത്തോതി ഖുർആനൊന്നും വേണ്ട, വേണമെങ്കിൽ എടുത്തോട്ടെ, നിസ്കാരം വേണ്ട നിസ്കരിച്ചോട്ടെ, ബോധ്യപ്പെട്ട നിർത്തിക്കോട്ടെ, ബോധ്യപ്പെടാത്ത നിസ്കരിച്ചോട്ടെ എന്നൊക്കെ പറയും. ഏതുപോലെ ഈ പട്ടിക മനസ്സിലാക്കിയതുപോലെ ഞാൻ വെച്ച ദൃക്സാക്ഷികളായവർ, സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവർ, അത് കണ്ടവർ, നേർക്കുനേരെ ബോധ്യപ്പെട്ടവർ, കേട്ടവർ, അവർ പറയട്ടെ എന്താണ് ഉദ്ദേശം. അതാണ് ഹദീസിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഖുർആനിലെ ഒരൊറ്റ ആയത്തും ഞങ്ങൾക്കാർക്കും ഇന്നേ ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല. ഹദീസ് എടുക്കാത്ത ഒരാളെ സംബന്ധിച്ചോ ഓരോ ദിവസം ഓരോ ക്ലാസ്സിന് പോകുമ്പോഴും ഓരോ ആയത്ത് പ്രശ്നമായി തോന്നും. കഴിഞ്ഞ ആഴ്ച ക്ലാസ് കേട്ടപ്പോൾ പുതിയ ആയത്തും കൂടി പ്രശ്നം, ഈ ആഴ്ച ക്ലാസ് കേൾക്കാൻ പോയ അടുത്ത ആയത്ത് പ്രശ്നം. അങ്ങനെ നോക്കുമ്പോൾ ഇത് എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഖുർആനും വേണ്ട, ഹദീസും വേണ്ട, നിസ്കാരവും വേണ്ട, ഒന്നും വേണ്ട, മുഹമ്മദ് നബിയും വിശ്വസിക്കണ്ട, പരലോകം വിശ്വസിക്കണ്ട, അതൊന്നും ആവശ്യമില്ല. എന്നാൽ പിന്നെ ഏത് മതാലും കുഴപ്പമില്ല, എന്നാൽ ഒരു മതം എടുക്കാനൊട്ട് കഴിയുകയുമില്ല. അതുകൊണ്ട് അപകടമാണ്. ഇപ്പം മരിച്ചാലും നേർക്കുനേരെ നരകത്തിലേക്ക് പോകും, സംശയിക്കാനില്ല. ഈ വിശ്വാസം ആർക്കുണ്ടെങ്കിലും. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകുക. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും പൂർണ്ണമായും സ്വീകരിക്കുക. സ്വഹീഹായ ഒരൊറ്റ ഹദീസ് തള്ളാൻ പാടില്ല, സ്വഹീഹ് അല്ലാത്തൊരു ഹദീസ് കൊള്ളാനും പാടില്ല. അതാണ് അടിസ്ഥാനം. സ്വഹീഹാണോ സ്വീകരിക്കണം, സ്വഹീഹല്ലേ നമുക്ക് ആവശ്യമില്ല. പല ആളുകളും എല്ലാ ലഈഫ് എടുക്കും, എല്ലാ മൗദൂഉ എടുക്കും, അങ്ങനെയാണ് എല്ലാ ബിദഅത്തും ഖുറാഫാത്തും കയറി വരാം.
ചിലർ സ്വഹീ ആയാലും എടുക്കൂല, ബുദ്ധിക്ക് യോജിക്കണം, അവർക്ക് ബോധ്യപ്പെടണം. അപ്പോഴാ ബുഖാരി അടക്കം വഴീഫൂർക്ക് ഉണ്ടാവും ചെയ്യാം. അത് രണ്ടും ശരിയല്ല. സ്വഹീ ആയതെല്ലാം എടുക്കണം, സ്വഹീ അല്ലാത്ത ഒന്നും എടുത്തുകൂടാ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഇനി അടുത്ത ചോദിച്ചോട്ടെ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ഒരു ഒറ്റ കാര്യം. ഇവിടെ ബുദ്ധിയെ മാനദണ്ഡപ്പെടുത്തിക്കൊണ്ടും ബുദ്ധിയെ അളവുകോലാക്കിക്കൊണ്ടും ചില വിഷയങ്ങളെ സമീപിക്കുമ്പോഴാണ് അത്തരം വിഷയങ്ങൾ ഹദീസുകളിൽ ഉള്ളത് കൊണ്ട് അത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന അർത്ഥത്തിലുള്ള ഒരു ആശയം പലപ്പോഴും ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഒരു രൂപത്തിൽ പരിശോധിച്ചാൽ ഹദീസുകൾ മാത്രമല്ല, ഖുർആനിൻ്റെ ആയത്തുകളും നമ്മൾ തള്ളിക്കളയേണ്ടി വരും. കാരണം നമ്മുടെ പ്രത്യക്ഷ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലാത്തത് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ഒട്ടനവധി ആയത്തുകളിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആൻ സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെയും ഞാൻ എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നത് സ്വീകരിക്കൂ എന്ന മാനദണ്ഡം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഹദീസ് മാത്രമല്ല, ഇവിടെ പറഞ്ഞതുപോലെ ഖുർആൻ്റെ ആയത്തുകളെയും തള്ളിക്കളയേണ്ടി വരും. ഉദാഹരണമായി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം കപ്പലിലൂടെ യാത്ര ചെയ്യുന്നു. ഒരു സാഹചര്യം വന്നു, അദ്ദേഹത്തെ പുറത്തേക്ക് എറിയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങിയ സംഭവം. ആ മത്സ്യം ആഴിക്കടലിലേക്ക് പോയ രംഗം. എന്നിട്ട് ആ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ലുലുമാത്തിൽ, ഇരുട്ടറകൾക്കുള്ളിൽ നിന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, ആഴിക്കടലിന്റെ ഇരുട്ട്, അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അത് ഏത് ബുദ്ധിക്കാണ്, നമ്മുടെ ഏത് ബുദ്ധിയുടെ അളവ് വെച്ചിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? നമ്മളപ്പ പറയും അങ്ങനെയാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കിന് ആള് മരിക്കൂലേ? ഇനി അതോ അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ആ മത്സ്യം പുറത്തേക്ക് വന്ന് അദ്ദേഹത്തെ തുപ്പിക്കളഞ്ഞു എന്നാ. അത് നിങ്ങളെ ബുദ്ധി കൊണ്ടെന്ന് അളഞ്ഞു പറഞ്ഞാണ്. അല്ലെങ്കിൽ പറയാം ഹദീസ് ആ ആയത്ത് ഞാൻ സ്വീകരിക്കൂല എന്ന് പറയും. ഖുർആനിലെ ഒരായത്ത് സ്വീകരിക്കാതിരുന്നാൽ അവന്റെ ഹുക്കം എന്താ? സഹോദരങ്ങളെ, ഇത് ഒന്നിലേക്ക് പോയി വളരെ അപകടത്തിലേക്ക്, കുഫറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഹദീസ് നിഷേധം, മതനിഷേധം എന്ന് നമ്മളോട് പേര് വെക്കാനുള്ള കാരണം. നമ്മളത് ആരെയും വെറുപ്പിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ അല്ല, നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ദുനിയാവിന്റെ വിഷയമോ കളിതമാശയല്ലല്ലോ. ഈ വിശ്വാസത്തോടു കൂടി ഇന്നൊരാൾ മരിച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അവന്റെ അവസ്ഥ എന്താകും? മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകൻ ഒരു നാട്ടിലൂടെ നടന്നു പോകുന്ന രംഗം പറയുന്നുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ പ്രവാചകനാണെന്ന് തഫ്സീറുകളിൽ കാണാം. അവിടെയുള്ള ഉണങ്ങിയ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുക, എങ്ങനെയാണ് ഇനി ഇത് ഇങ്ങനെ വീണ്ടും ഒരു നന്നായി ഒരു മഴയൊക്കെ പെയ്ത് വർഷിച്ചു, എങ്ങനെ ഒരു ചിന്ത വന്നു. ഈ നശിച്ചു ഉണങ്ങിപ്പോയത് വീണ്ടും എങ്ങനെ കിളിർക്കും എന്ന ചിന്ത വന്നപ്പോൾ അമാതഹുല്ലാഹു മിഅത ആം, 100 കൊല്ലം അല്ലാഹു മരിപ്പിച്ചു കിടത്തിയെന്ന. സുമ്മ ബഅസ, ഈ ഭൂമിയിൽ തന്നെയാണ് 100 കൊല്ലം മരിച്ചു കടന്നു, എന്നിട്ട് എണീക്കുന്നു. അദ്ദേഹത്തിന് കഴുത അവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾ ദൃഷ്ടാന്തങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് നമ്മുടെ ഏത് ബുദ്ധി കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക? ഹദീസല്ലല്ലോ, ഖുർആനല്ലേ. മറിയം ബീവി ഗർഭിണിയായി, ഭർത്താവുണ്ടോ? ഇല്ല. ഒരാളിന്റെ ബന്ധമുണ്ടോ? ഇല്ല. ഏത് ബുദ്ധി കൊണ്ട് നമ്മൾ അത് പറയും? ഈ തരം ചോദ്യങ്ങളും ചിന്തകളുമായി വന്ന ആളുകൾക്ക് പറയേണ്ടി വരില്ലേ, ഞാൻ ആയത്ത് അംഗീകരിക്കൂല. അങ്ങനെ ഒരായത്ത് അവനെ നിഷേധിച്ച അവന്റെ ഹുക്കം എന്താ? ഈ ഇത്തരം ആയത്തുകളൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കും. ഇത് മാത്രമല്ല, യജൂജ് മഅജൂജിന്റെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോ ദുൽഖർനൈനിയോട് അവിടുത്തെ ആളുകൾ 2 മലയിടുക്കുകൾക്കിടയിൽ പടവുണ്ടാക്കി തരാൻ പറഞ്ഞു. എന്താ ചെയ്തത്? ഇരുമ്പും അതേപോലെ ഉരുക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതിലിട്ട് ഊതി കത്തിച്ച് വലിയ മല ഉണ്ടാക്കിയെന്നാ. അത് നമ്മളെ ബുദ്ധി കൊണ്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അളന്നുണ്ടാക്കിയാണ്. ഖുർആനിലെ ഏതാണ്ട് ആയത്തുകളൊക്കെ നമ്മൾ ബുദ്ധി വെച്ച് നോക്കിയാൽ ഈ രൂപത്തിൽ വരും. അതിന്റെ അർത്ഥം ബുദ്ധിക്കെതിരായ കാര്യങ്ങളല്ല ഖുർആനിലുള്ളത് എന്നല്ല. അല്ലാഹു തആല ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, നമ്മളത് വിശ്വസിക്കണം, അത് അംഗീകരിക്കണം. അതിനാ മുസ്ലിം എന്ന് പറയാം, അവനാണ് മുസ്ലിം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഖുർആനിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചല്ലോ അള്ളാഹുവോട്, കൈഫ തുഹീൽ മൗത്ത്, എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? എന്താ ഇബ്രാഹിം, നിനക്ക് വിശ്വാസമില്ല ഞെട്ട? അല്ല, ലിയത്മഇന്ന ഖൽബി, നല്ലൊരു സമാധാനം ഉറപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നെ പിടിച്ചോ 4 പക്ഷികളെ കഷ്ണാക്കിക്കോ, ഓരോ മലന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചോ, എന്നിട്ട് വിളിച്ചോ, യഹ്തീനക സഅയ, നിന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരും. ഇത് ഹദീസിലാണെങ്കിലോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടു, ഖുർആൻ പഠിപ്പിച്ചല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബുദ്ധി മാനദണ്ഡമല്ല എന്നാണ് പറഞ്ഞത് ചുരുക്കം. അല്ലാതെ ചിന്തിക്കണ്ട എന്നോ ആലോചിക്കണ്ട എന്നോ അല്ല. അള്ളാഹുവിന്റെ മഖ്ലൂക്കിനെ കുറിച്ച് ചിന്തിക്കണം, അള്ളാഹുവിനെ കുറിച്ചല്ല. അത് അള്ളാഹ് പറഞ്ഞിട്ടുമില്ല. അള്ളാഹിന്റെ സിഫാത്ത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ
പ്രമാണത്തിൽ നിൽക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. മനുഷ്യൻ ആലോചിക്കേണ്ടുന്ന ചിന്തിക്കേണ്ടുന്ന മേഖലകളും ഉണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സാദിഖ്, കോഴിക്കോട്. ഞാനൊരു ഹെഡിങ്ങിനൊരു തിരുത്തു കൊടുക്കുകയാണ്. ഇതിലുള്ളത് ഹദീസ് നിഷേധം മതനിഷേധമാണ്. അത് ഖുർആൻ നിഷേധം മതനിഷേധം എന്ന് വായിക്കുകയാണ്. കാരണം വെച്ചാൽ കാനമ്മിൻ്റെ ഒരു സെക്രട്ടറി പറഞ്ഞതാണ്, ഒരു പ്രസംഗത്തിൽ കേട്ട് ഞാൻ കഴിഞ്ഞ 26-ാം തീയതി നടന്നത്. വിശുദ്ധ ഖുർആനിൽ ജൂതന്മാർ പറഞ്ഞതാണ് സിഹർ ബാധിച്ചവനാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്നുള്ളത് 2 ആയത്തുകളിൽ വ്യക്തമാക്കിയിരിക്കെ എന്തിനാണ് ബുഖാരി ഇമാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹദീസിനെ സഹിയാക്കിയിട്ട് ഞങ്ങൾ നാളെ നീളെ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. സഹോദരൻ്റെ ചോദ്യം, വഖാലല്ലാലിമൂന തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന് പറയുന്ന സൂറത്തുൽ ഫുർഖാനിലെയും സൂറത്തുൽ ഇസ്രായിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നൊരാൾ പ്രസംഗിക്കുന്നത് കേട്ടു എന്നാണ്. അങ്ങനെ മാത്രമല്ല, മൊത്തം ഹദീസുകൾ ഖുർആനെതിരാണ് എന്ന് പ്രസംഗിക്കുന്നവരുമുണ്ട്, ചില ഹദീസുകൾ ഖുർആനെതിരാണ് എന്ന് പ്രസംഗിക്കുന്നവരുമുണ്ട്. അത് ഖുർആനും ഹദീസും അറിയാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, രണ്ടും ഒരേ സോഴ്സിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുണ്ടാകുന്നതിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. അഫലാ യതദബ്ബറൂന അൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ലായിരുന്നു അതെങ്കിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുണ്ടാകുന്നതിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. ഖുർആനും ഹദീസും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് അത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് ലോകത്ത് ഒരു പണ്ഡിതനും അഹ്ലുസുന്നയുടേത് പറഞ്ഞിട്ടില്ല. നമ്മൾ അഹ്ലുസുന്നയുടെ വാദം എടുക്കുക. നമുക്ക് ഖുർആനെതിരാണ് എന്ന് തോന്നുന്നത് കൊണ്ട് അത് ഖുർആനെതിരാകണം എന്നില്ല. കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ഹദീസുകൾ വേണ്ട എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം ഖുർആൻ ഈ ലോകത്തിന് കൈമാറണം എന്നത് മാത്രമാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യമെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു മനുഷ്യരൂപത്തിൽ പറഞ്ഞയച്ച് ആ ഖുർആൻ കൈമാറിക്കൊടുത്തു പോയാൽ മതിയായിരുന്നു. പ്രവാചകന്റെ 23 വർഷക്കാലത്തെ സമയമെടുത്ത് യുദ്ധങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും സഹിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും അള്ളാഹുവിനുണ്ടാകുമായിരുന്നില്ല. പ്രവാചകൻ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന കണ്ടപ്പോൾ ശത്രുക്കൾ ആരോപണം ഉന്നയിച്ചു, എന്തുകൊണ്ടൊരു മലക്കിനെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചില്ല? അതിന് അള്ളാഹു കൊടുക്കുന്നൊരു മറുപടി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന, ഈ ഭൂമിയിൽ മുഴുവനും മലക്കുകളായിരുന്നു, ഒറ്റ മനുഷ്യന്മാരില്ല, എല്ലാവരും മലക്കാണ് എങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല, ആ മലക്കുകളിലേക്ക് നാം ഒരു മലക്കിനെയാണ് പ്രവാചകനായി നിയോഗിക്കുക. ഖുർആൻ മനുഷ്യന്മാർക്ക് വിശദീകരിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അത് വിശദീകരിക്കേണ്ടതുണ്ട്. അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രവാചകന്റെ ദൗത്യം ഖുർആൻ ഒരു മനുഷ്യൻ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെയാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്. മലക്കിന് നോമ്പില്ല, ഭക്ഷണം വേണ്ട. മലക്ക് വന്നിട്ട് നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾ പറയും, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അപ്പോൾ പ്രവാചകന്റെ അസ്തിത്വത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഹദീസ് നിരാകരിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യുന്നത്. പിന്നീട് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ ആയത്ത്, ഇവിടെ മറുപടി പറഞ്ഞു. അതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതേ സുഹൃത്തിന് സൂറത്ത് ആലിംറാനിന്റെ അവസാന ഭാഗത്തെത്തിയാൽ ഒരു ആയത്ത് കൂടി കാണാൻ സാധിക്കും. അതുകൂടി സഹോദരൻ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന മിൻ അഹ്ലിൽ കിതാബ്,
ഇവിടെ ആ ആയത്തിൽ പറഞ്ഞ ആളുകൾ ആരാണ്? അഹ്ലു കിതാബിൽപ്പെട്ട ചില ആളുകളുണ്ട്. ലമൻ യുഅ്മിനു ബില്ലാഹി, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. വമാ ഉൻസില ഇലൈക്കും, അവരിലേക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു. വമാ ഉൻസില ഇലൈഹിം, ഇവരിലേക്ക് ഇറക്കപ്പെട്ടതും അവർ വിശ്വസിക്കുന്നു. ഖാശിഈന ലില്ലാഹ്, അല്ലാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണവർ. ലാ യശ്തറൂന ബി ആയാത്തില്ലാഹി സമനൻ ഖലീല, അല്ലാഹുവിന്റെ ആയത്തുകളെ അവർ തുച്ഛമായ വിലക്ക് വാങ്ങുന്നവരല്ല. ഉലൈക ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളത്. അപ്പൊ അല്ലാഹുവിൽ വിശ്വസിക്കണം. അതിന് കണ്ടീഷനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ വരുമ്പോൾ അവിടെ മുശ്രിക്കുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, സാബിഈ മതക്കാരുണ്ട്. എല്ലാ മതങ്ങളും സത്യമാണെങ്കിൽ പിന്നെ പ്രവാചകൻ വരേണ്ട എന്താവശ്യമാണുള്ളത്? ലോകത്ത് എല്ലാ മതങ്ങളും സത്യമാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ജീവിക്കുന്നവർ ക്രിസ്ത്യാനിയായി മരിക്കട്ടെ, സാബിഈ മതക്കാർ സാബിയായി മരിക്കട്ടെ. എൻ്റെ ആവശ്യമെന്ത്? പ്രവാചകന്റെ ആവശ്യമെന്ത്? ഖുർആനിന്റെ ആവശ്യകത എന്ത്? അപ്പോൾ ആ മതങ്ങളിൽ ആ പ്രവാചകന്മാരുടെ കാലശേഷം അവർ കടത്തിക്കൂട്ടിയ തിരുത്തുകൾ എഡിറ്റ് ചെയ്ത് സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കാനാണ് പ്രവാചകൻ വന്നത്. അതല്ലാതെ എല്ലാ മതങ്ങളും സത്യമാണ് എന്ന് പറയാൻ ഒരു പ്രവാചകൻ വരേണ്ട ആവശ്യം ലോകത്തില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാരിസ്, ഞാൻ വടകരയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു സംശയം, ഇവിടുന്ന് ഖുർആൻ്റെ വ്യാഖ്യാനമാണ് ഹദീസ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ഹദീസിൻ്റെ എന്തിനാണ് ഹദീസ് എന്ന പേര്? ഖുർആൻ തന്നെ പോരെ? ഇതിന് ഖുർആൻ എന്ന് പറഞ്ഞാൽ പോരെ? അതാണ് എൻ്റെ ചോദ്യം. സുഹൃത്ത്, ഇതിനുള്ള വിശദീകരണം കേട്ടില്ല തോന്നുന്നു. ഖുർആന്റെ വിശദീകരണമാണ് ഹദീസ്. അപ്പൊ വിശദീകരണം ആവുമല്ലോ. ഹദീസും വ്യാഖ്യാനമാണെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ശരിയാണ്. വ്യാഖ്യാനമല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. വ്യാഖ്യാനം മാത്രമല്ല, നബിയുടെ വക ഒരു വ്യാഖ്യാനവും ഇല്ല. ഇല്ല, നബിയുടെ കഴിവ് കൊണ്ട് ഒരൊറ്റ വ്യാഖ്യാനവും ഇല്ല. നബിക്ക് അങ്ങനെ പറഞ്ഞുതരാം. അത് നേരത്തോടെ പറഞ്ഞത് നബിയുടെ സ്വന്തമായി വ്യാഖ്യാനിച്ചിട്ടേ ഇല്ല, വ്യാഖ്യാനിക്കാൻ അനുവാദവുമില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹുവിൽ നിന്നുള്ള വഹ്യു പ്രകാരമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ സംസാരിക്കയില്ല. സൂറത്തുൻ നജ്മിൽ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. അപ്പൊ വ്യാഖ്യാനം നബിയുടെ വകയല്ല, നേരെ മറിച്ച് ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന, വിശദീകരണവും നമ്മുടെ മേൽ തന്നെയാകുന്നു. അപ്പൊ വിശദീകരണം അല്ലാഹു തആല വേറെ കൊടുത്തു, ഖുർആൻ കൊടുത്തു, അതിനെ കൂടെ മറ്റൊന്നും കൊടുത്തു. അത് രണ്ടും ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഇത് കൂടെ കൊടുത്തതാണ്. പറഞ്ഞുതരാം, ബാക്കി പറഞ്ഞുതരാം. ഖുർആൻ കൊടുത്തു, അല നബി തങ്ങൾ പറഞ്ഞു, അല ഇന്നി ഊതീതുൽ ഖുർആൻ, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ സമാനമായ ഒന്നും. അപ്പൊ രണ്ടും ഒന്നറിയാൻ പറ്റുമോ? ഇല്ല. ഖുർആൻ നൽകപ്പെട്ടു, അതിന്റെ കൂടെ ഒന്നും എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് തന്നെയാണ്, രണ്ടും ഒന്നല്ല. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് താനും. അത് നേരത്തെ പറഞ്ഞു. ഖുർആനിൽ പദവും ആശയവും വഹയാണ്, ഹദീസിൽ ആശയം വഹയാണ്, പദം നബിയുടെ ഭാഷയിൽ നബി പറയുന്നു. നബിയുടെ വകയായി ആശയത്തിലൊന്നും കയറ്റാൻ പറ്റൂല. വാക്കുകൾ നബിക്ക് നബിയുടെ വാക്കുകൾ ഉപയോഗിക്കാം. ഖുർആൻ കേവല പാരായണത്തിന് പുണ്യമുണ്ട്, ഹദീസ് കേവല പാരായണത്തിന് പുണ്യമില്ല. ഖുർആൻ നിസ്കാരത്തിൽ പാരായണം ചെയ്യാം, ഹദീസ് നമസ്കാരത്തിൽ പാരായണം ചെയ്യാവതല്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ രണ്ടും ഖുർആനാണോ? അല്ല, രണ്ടും ഖുർആനല്ല. എന്തുകൊണ്ട് ഹദീസിന് ഖുർആൻ എന്ന് പറയുന്നില്ല? ഹദീസ് ഖുർആൻ അല്ലാത്തതുകൊണ്ട് തന്നെ. ഹദീസ് ഖുർആൻ അല്ല, അതുകൊണ്ട് ഹദീസ് ഖുർആൻ എന്ന് പറയാൻ പറ്റൂല. ഹദീസ് ഹദീസാണ്. ഖുർആൻ ഹദീസ് എന്ന് പറയാം. ഏതർത്ഥത്തിൽ? ഖുർആനെ കുറിച്ച് ഹദീസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ആ അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഹദീസിനെ കുറിച്ച് ഖുർആൻ എന്ന് പറയാൻ പറ്റൂല. ഖുർആന്റെ കൂടെ തന്നെ അല്ലാഹു തആല വഹ്യായി നൽകിയതാണ് ഹദീസ്. അതുകൊണ്ടാണ് ഇപ്പൊ തൊട്ട് മുമ്പത്തെ മറുപടി പറഞ്ഞത് ഖുർആനും ഹദീസും വൈരുദ്ധ്യമാവില്ല. കാരണം രണ്ടും വഹ്യായതുകൊണ്ട്
വൈരുദ്ധ്യമാകുന്ന പ്രശ്നമില്ല. അപ്പൊ ഖുർആനെതിരായ ഹദീസ്, നേരത്തെ തൊട്ടുമുമ്പത്തെ ചോദ്യകർത്താവ് പറഞ്ഞല്ലോ, ഖുർആനെതിരായ ഹദീസ് അത് ഉണ്ടാവില്ല. ഖുർആനും ഹദീസും വഹയായത് കൊണ്ട് ഖുർആനെതിരായ ഹദീസ് എന്നൊരു വിഷയമേ ഉദിക്കുന്നില്ല. അങ്ങനത്തെ വൈരുദ്ധ്യം എന്ന വകുപ്പേ ഇല്ല. അപ്പൊ ഈ ഹദീസ് ഖുർആനെതിരാണ് എന്നൊരാൾ പറഞ്ഞാൽ, സിഹറായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഏത് വിഷയമാണെങ്കിലും ഈ ഹദീസ് ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ ആയത്തിനെ അയാൾ മനസ്സിലാക്കിയത് പിഴച്ചു, അല്ലെങ്കിൽ ആ ഹദീസിനെ അയാൾ മനസ്സിലാക്കിയത് പിഴച്ചു. അതല്ലാത്ത കാലത്തോളം ഖുർആനിനെതിരായ ഹദീസ്, ഹദീസിനെതിരായ ഖുർആൻ എന്ന ഒരു സംഭവമേ ഇല്ല. അത് അസംഭവ്യമാണ്. തആറുദില്ല, വൈരുദ്ധ്യമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യന് ഒരു പക്ഷെ വൈരുദ്ധ്യമായി തോന്നിയേക്കാം, അത് അയാളുടെ കുറവാണ്. അയാൾ കൂടുതൽ പഠിക്കുമ്പോൾ വൈരുദ്ധ്യമല്ല അയാൾക്ക് ബോധ്യപ്പെടും. നേരെ മറിച്ച് നമ്മളെ നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ കേവല യുക്തിയും ബുദ്ധിയുമാണ് മാനദണ്ഡമെങ്കിൽ ഖുർആനെതിരാകും, ഹദീസിനെതിരാകും, ഖുർആൻ ഹദീസെതിരാകും, ഹദീസിന് ഖുർആനും എതിരാകും. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പരസ്പരം, ഒരുപാട് ഒരു ആയത്ത് അടുത്ത ആയത്ത് തോന്നുമ്പോൾ അത് ഇതിനെതിരായി തോന്നും, ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നും. അതൊക്കെ നിരീക്ഷിക്കുന്ന ആളുടെ പോരായ്മയാണ്. വഹയികൾ തമ്മിൽ വ്യത്യാസമില്ല, വഹയികൾ തമ്മിൽ വൈരുദ്ധ്യവുമില്ല. അതുകൊണ്ട് ഹദീസിന് എന്തുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞുകൂടാ? ഹദീസ് ഖുർആനല്ല, അതുകൊണ്ട് പറയാൻ പറ്റൂല. ഖുർആൻ വഹയായി പദമടക്കം ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓതിക്കൊടുത്ത പദത്തിൽ ഒരു വ എന്നോടത്ത് ഫ എന്നാക്കാൻ നബിക്ക് അനുവാദമില്ല. ഖുർആനിൽ ഒരു വാവ് ഓതിക്കൊടുത്തിടത്ത് പകരം ഫ എന്ന് ഓതാൻ നബിക്ക് അനുവാദമില്ല. ഒരു അക്ഷരം മാറ്റാൻ, ഒരു ഹർക്കത്ത് മാറ്റാൻ നബിക്ക് അനുവാദമില്ല. എങ്ങനെയാണോ ഓതിക്കൊടുത്തത് അങ്ങനെ തന്നെ നബി ഞങ്ങൾ ഓതണം. ഫൈദാ ഖറഅനാഹു ഫത്തബിൽ ഖുർആന, ആ പാരായണത്തെ നീ പിന്തുടരണം. അപ്പൊ അതങ്ങനെ തന്നെ ഓതണം. ഹദീസ് അതല്ല, ഹദീസിൽ ആശയം പറഞ്ഞു കൊടുക്കും. ഉദാഹരണമായി നബിയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ ബുഖാഇ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ്? അപ്പൊ അന്ന് വഹയി കിട്ടിയിട്ടില്ല. അപ്പൊ നബി പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. കാരണം അന്ന് വഹയി വന്നിട്ടില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് പള്ളികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. നബി പിന്നീട് ചോദിക്കുന്നു, എവിടെയാണ് ആ ചോദിച്ച ആൾ? അയാളെ വിളിച്ചു വരുത്തുന്നു, പറഞ്ഞു കൊടുക്കുന്നു, അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ആ നാട്ടിലെ പള്ളികളാകുന്നു. അത് നബിയുടെ ഭാഷയിൽ, നബിയുടെ വാക്കുകളിൽ ആ ആശയം പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ നബിക്ക് ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കാം. എന്നാൽ ഖുർആനിൽ ഒരക്ഷരമോ ഒരു ഫത്ഹ് കസ്ർ പോലുമോ നബിയുടെ വകയായി മാറ്റാൻ പോലും നബിക്ക് അനുവാദമില്ല. ആശയത്തിലോ എവിടെയും കൂട്ടാൻ അനുവാദമില്ല, സ്വന്തം വ്യാഖ്യാനിക്കാൻ അനുവാദമില്ല, സ്വന്തമായി മാത്രം ഒരു കാര്യം പറയാൻ അനുവാദമില്ല. സൂറത്ത് ഹാഖയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി 44 മുതൽ 48 വരെയുള്ള ആയത്തുകളിൽ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. നമ്മുടെ പേരിൽ വല്ല വാക്കുകളും നബി ചമച്ചുണ്ടാക്കി പറഞ്ഞാൽ നബിയെ വലം കൈ കൊണ്ട് പിടികൂടുകയും ജീവനാടി മുറിച്ചു കളയുകയും ചെയ്യും എന്ന താക്കീത് സൂറത്ത് ഹാഖയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം മതത്തിലെ ഒരു വിഷയം പോലും വഹ്യ് കിട്ടാതെ സ്വന്തമായി ഒരു വിഷയം പറയാൻ പ്രവാചകർക്ക് മതത്തിൽ അനുവാദമില്ല. അതാണ് വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകർ സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, ദിവ്യബോധനമായി നൽകപ്പെടുന്ന ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകർ മതകാര്യങ്ങൾ സംസാരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു. അല്ലാഹു സഹോദരന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകപ്പെട്ട വഹ്യുകൾ, ആ വഹ്യുകൾ ഖുർആനിൽ ഉള്ളതുണ്ട്, ഖുർആനിൽ ഇല്ലാത്തതുണ്ട്. ആ ഖുർആനിൽ ഇല്ലാത്ത വഹ്യുകൾക്കാണ് നമ്മൾ ഹദീസുകൾ എന്ന് പറയുന്നത്. അതിന് എന്താണ് തെളിവ്? വിശുദ്ധ ഖുർആനിൽ തന്നെ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അത് മനസ്സിലാക്കുമ്പോഴാണ് ഹദീസിനെ നമ്മൾ മാറ്റി നിർത്തണോ വേണ്ടേ എന്നുള്ള ചർച്ച അവിടെ പ്രസക്തമാകുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വഹീകൾ, അത് ഖുർആനിൽ ഉള്ള വഹിയുണ്ട്, പ്രവാചകന് ഖുർആനിൽ ഇല്ലാത്ത വഹിയുകളുണ്ട്. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ കാണാം, യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅതും ഇലൈഹിം, നീ യുദ്ധം കഴിഞ്ഞ് അവരിലേക്ക് മടങ്ങിയെത്തിയാൽ നിന്റെ അടുക്കൽ ഒരുപാട് ഒഴിവ് കഴിവുകൾ അവർ നിന്റെ അടുക്കൽ വന്ന് പറയും. ഖുൽ, നീ അവരോട് പറയണം, ലാ തഅ്തദിറൂ ലൻ നുഅ്മിന ലക്കും ഖദ് നബ്ബഅനല്ലാഹു മിൻ അഖ്ബാരിക്കും, നിങ്ങൾ ഒരു ഒഴിവ് കഴിവും പറയേണ്ടതില്ല. ഖദ് നബ്ബഅനല്ലാഹു മിൻ അഖ്ബാരിക്കും,
നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു എനിക്ക് വിവരം തന്നിട്ടുണ്ട്. ഖദ് നബ്ബഅന അല്ലാഹു മിൻ അഖ്ബാരിക്കും, നിങ്ങളുടെ ഖബറുകളെ കുറിച്ച് അള്ളാഹു എനിക്ക് വിവരം തന്നിട്ടുണ്ട്. ഈ അള്ളാഹു തന്ന വിവരം എവിടെ? അതാണ് ഹദീസ്. അത് ഖുർആനിൽ ഇല്ല. അപ്പോൾ ഖുർആനിൽ ഇല്ലാത്ത വഹീകൾ ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു അറിയിച്ചു എന്ന് പറയുമ്പോൾ അത് വഹയാണല്ലോ. ഖദ് നബ്ബഅന അല്ലാഹു മിൻ അഖ്ബാരിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഖുർആനിൽ കാണണം. പക്ഷെ അത് ഖുർആനിൽ കാണുന്നില്ല. പക്ഷെ അള്ളാഹു അറിയിച്ചു എന്ന് അള്ളാഹു പറയുകയും ചെയ്യുന്നു, അള്ളാഹു കളവ് പറയുകയില്ല. അപ്പോൾ അള്ളാഹു അറിയിച്ചത് പ്രവാചകനാണ്. ആ പ്രവാചകൻ നൽകപ്പെട്ട ഖുർആനിൽ അതില്ലെങ്കിൽ എവിടെ? അതാണ് ഖുർആനിൽ ഇല്ലാത്ത വഹയുകൾ. അതിനാണ് നമ്മൾ ഹദീസുകൾ എന്ന് വേർതിരിച്ചു പറയുന്നത്. ഇനി ഹദീസ് എന്ന പദം ഒരു പുതിയ പദമാണോ? അതല്ല. ഖുർആനിനെ സംബന്ധിച്ചും ഒരുപാട് സ്ഥലങ്ങളിൽ ഹദീസുകൾ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ കാണാം. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. സൂറത്ത് കഹ്ഫിൽ കാണാം. ഈ ഹദീസിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനപ്രയാസമുണ്ടാകുന്നു. അവിടെ ഏതാണ് ഹദീസ്? വിശുദ്ധ ഖുർആനാണ്. വമൻ الناس من يشتري لهو الحديث, അവിടെ ഹദീസിന്റെ അർത്ഥം വേറെയാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല ഹദീസ് ഇറക്കിയവൻ അള്ളയാണ്. അത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഹദീസി എന്നൊരു പദത്തോട് നമുക്കൊരു അലർജി ഉണ്ടാക്കേണ്ടതില്ല. ഖുർആനിൽ പ്രവാചകന്റെ സംസാരങ്ങളെക്കുറിച്ചും ഹദീസുകൾ എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ മുജാദലയിൽ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി കൊണ്ട് നടന്ന സംസാരത്തെ സംബന്ധിച്ചിടത്തോളം ഹദീസൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ചില ഭാര്യമാർ ഹദീസൻ, ഇത് അസറ നബി ഇലാ ബഅദി അസ്വാജിഹി ഹദീസ, പ്രവാചകൻ തന്റെ ചില ഭാര്യമാരിൽ ആ ഭാര്യമാരോട് ഹദീസ് മറച്ചു വെച്ചു. അപ്പോൾ പ്രവാചകന്റെ സംസാരത്തെക്കുറിച്ച് ഹദീസ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ചതാണ്. ഞാൻ പറഞ്ഞു, പ്രവാചകർ നൽകപ്പെട്ട വഹീകളിൽ ഖുർആനിൽ ഉള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട്. ഖുർആൻ സ്വീകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. പ്രവാചകന്റെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഒരു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ അള്ളാഹുവിന്റെ ലഅനല്ലാഹു അൽ വാശിമ വൽ മുസ്തൗശിമ, പച്ച കുത്തുന്നവനും ആ പച്ച കുത്തിപ്പിക്കുന്നവനും അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഒരു പെണ്ണ് ചോദിച്ചു, അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ മുഴുവൻ പാരായണം ചെയ്തിട്ടുണ്ട്, പക്ഷെ പച്ച കുത്തുന്നവനെ ശപിക്കുന്ന ഒരു ആയത്ത് ഞാൻ ഖുർആനിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു, നീ ശരിക്കും വിശുദ്ധ ഖുർആൻ ഓതിയിരുന്നെങ്കിൽ അത് എനിക്ക് കാണാമായിരുന്നു. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്നതിൽ അത് ഖുർആനിൽ ഹദീസ് എന്ന വ്യത്യാസമില്ല. എന്നാൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ ചില വ്യത്യാസങ്ങൾ ഖുർആനിലും ഹദീസിലുമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഖുർആനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയും, ഹദീസ് അള്ളാഹുവിന്റെ കലാമെന്ന് പറയില്ല. ഖുർആനിൽ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരാനുള്ള വെല്ലുവിളിയുണ്ട്, പക്ഷെ ഹദീസുകൾക്ക് ആ വെല്ലുവിളിയില്ല. ഖുർആൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യാം, പാരായണത്തിന് പുണ്യമുണ്ട്, ഹദീസുകൾക്ക് ആ പുണ്യമില്ല. അതിൻ്റെ അർത്ഥം വഹയല്ല എന്നല്ല, പ്രമാണമാണ് എന്നതിൽ ഒരുപോലെയാണ്. വഹയാണ് പ്രമാണമായി നമ്മൾ സ്വീകരിക്കുന്നത്. അല്ലാഹു